ആദ്യമായിട്ട് ഈശോയോടും എൻ്റെ അമ്മയോടും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാനൊരു സെയിൽസ് ഗേളായിരുന്നു. അവിടെ വെച്ചൊരു ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ നീ കൃപാസനത്തിൽ വരുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി അത് ആലപ്പുഴ ജില്ലയിലാണ്, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എത്രയും ദൂരം ഒന്നും യാത്ര ചെയ്യാനുള്ള ശേഷി എനിക്കില്ല. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് 40 വർഷമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ഛർദിലും തലകറക്കവും ക്ഷീണവും ഒക്കെ കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ശരി നീ വരണ്ട. അതിനുശേഷം 3-ാം ദിവസം ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു. അമ്മ എന്നെ ഇവിടേക്ക് വിളിക്കുന്നതായിട്ട്. രാവിലെ എഴുന്നേറ്റു, ഞാൻ ചേച്ചിയെ ഫോൺ ചെയ്തു, ചേച്ചി ഞാൻ കൃപാസനത്തിൽ വരുന്നു, എനിക്ക് പോകണം, എന്നെ അമ്മ വിളിച്ചു, എനിക്ക് അമ്മയെ കാണണം. ചേച്ചി പറഞ്ഞു, അതിനെന്താ നമുക്ക് എന്നാന്ന് വെച്ചാൽ പോവാൻ മുളയെന്ന് പറഞ്ഞു. അതിൻ്റെ 2-ന് ഞാനിവിടെ വന്നു. 2024 ഞാനിവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു, അമ്മയെ കണ്ടു, പ്രാർത്ഥിച്ചു, എല്ലാം പോയി. വീട്ടിൽ ചെന്നപ്പോഴേ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഛർദ്ദിച്ചതേ ഇല്ല. ഈ 40 വർഷം കൊണ്ട് ഞാൻ ഛർദിലോടുകൂടി ബുദ്ധിമുട്ടിയിരുന്നൊരു വ്യക്തിയാണ്. ആ ഛർദിൽ അമ്മ പൂർണ്ണമായി എടുത്ത് കളഞ്ഞു. ഇന്ന് വന്നപ്പോഴും ഞാൻ ഛർദ്ദിച്ചിട്ടില്ല. പിന്നെ ഇതുവരെയും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയോട് കോടാനുകോടി നന്ദിയുണ്ട്. അതുപോലെ കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് യൂട്രസിനകത്ത് പീരീഡ്സ് സമയമാകുമ്പോൾ നല്ല വയറുവേദനയും അതിശക്തമായ ബ്ലീഡിങ്ങും ആയിരുന്നു, നടുവേദനയും. ഞാൻ അങ്ങനെ ഒരു ഗൈനക്കോളജിയെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു സ്കാൻ എടുത്തപ്പോൾ എൻഡോമെട്രിയം നല്ല കട്ടി കൂടിപ്പോയി. ഇതിനകത്തുനിന്ന് ഡിയാൻസി ചെയ്യുകയും ചെയ്യണം, ബയോപ്സിക്ക് അയക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര ഭയമായിരുന്നു. ഞാൻ വീട്ടിൽ വന്നു, അമ്മ എടുത്ത് പറഞ്ഞു, കരഞ്ഞു. എൻ്റെ വയറ്റിൽ തൈലം തൊട്ട് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അമ്മയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല ആശ്രയം, അമ്മയാണ് എൻ്റെ ജീവിതത്തിലെ ആശ്രയം. അങ്ങനെ വീണ്ടും ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ പോകാതെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഞാൻ എന്നിട്ട് വീണ്ടും ഒരു സ്കാൻ എടുത്തപ്പം വേറൊരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു, വേണ്ട, നിനക്കിതിന് ആവശ്യമില്ല, നീ ഇപ്പോൾ ഡിയാൻസി ചെയ്യുകയും വേണ്ട, നിനക്ക് ബയോപ്സിക്ക് അയക്കേണ്ട യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. അവിടെയും എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്നു, എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് 15 വർഷമായിട്ടൊരു സ്വർണത്തിൻ്റെ ഉരുപ്പടി കിട്ടാനുണ്ടായിരുന്നു. എനിക്ക് ഒരിക്കലും അത് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഞാൻ ആ ഉടമ്പടിയിൽ ഇത് വെച്ചിരുന്നു. അവരെന്നെ വിളിച്ചു, അതിൻ്റെ കുറച്ച് ഉടമ്പടി എനിക്ക് തന്നു, കുറച്ച് ഉരുപ്പടി എനിക്ക് തന്നു. ഇനി എൻ്റെ ബാലൻസ് എനിക്ക് കിട്ടാനുണ്ട്, എന്നാലും വേണ്ടില്ല, ഒരിക്കലും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച ഇപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ കോടാനുകോടി നന്ദി അമ്മയോടും ഈശോയോടും പറയുകയാണ്. അതുപോലെ എൻ്റെ ഈ ഇളയ മകൾക്ക് പെട്ടെന്നൊരു നടുവേദനയുണ്ടായി. നടുവിന് നല്ല അടികെട്ടി കണക്ക് നീരും വീക്കമായി. ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു ഡോക്ടറെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു വലിയൊരു ടെസ്റ്റിന് എഴുതി തന്നിട്ട് പറഞ്ഞ്, ഇതാണ് എന്നാണ് എൻ്റെ ഉറപ്പ്, നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക, ടെസ്റ്റിൽ പോസിറ്റീവാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് സ്റ്റീറോയിഡ് കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് മരണം വരെ. അത് കേട്ടപ്പോഴേ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതായിപ്പോയി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, കരഞ്ഞു. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, തൈലം തൊട്ട് കുരിശ് വരച്ചു. അമ്മയോട് പറഞ്ഞു, എനിക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല, എനിക്കാരുമില്ല, ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഒറ്റയ്ക്കാണ്, അമ്മ ഈശോ അല്ലാതെ എനിക്കാരുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് 2-ന് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കുഞ്ഞിന് നെഗറ്റീവായിരുന്നു. അതിനും ഞാൻ അമ്മയോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് എൻ്റെ അസുഖം മാറ്റി തന്നതിന്, എൻ്റെ അമ്മയെ അറിഞ്ഞ് ജീവിക്കാൻ പറ്റിയതിന് ഞാൻ അമ്മയെടുത്ത് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ 16 വയസ്സാവാൻ നോക്കിയിരിക്കുകയാണ് ഉടമ്പടി എടുക്കാൻ. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനൊരു അക്രൈസ്തവയാണ്, അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയേണ്ടത്. അമ്മ ഈശോ ഞാൻ അത്രയ്ക്ക് അറിഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. അമ്മ ഈശോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ
ഇപ്പം കഴിഞ്ഞ ഈ ഒരു രണ്ടാഴ്ച ആയതേ ഉള്ളൂ എനിക്ക് നല്ല ശക്തമായ വയറുവേദനയും ഛർദിലും അതുപോലെ തന്നെ വയറൊക്കെ ഉണ്ടായി. ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി, ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു, അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ എൻ്റെ കൂടെ ഒരു ചേച്ചി പറഞ്ഞു, നീ ഗ്യാസ്ട്രോയെ ഒന്ന് കണ്ടു നോക്കും മോളെ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഗ്യാസ്ട്രോയിൽ പോയപ്പോഴും ഞാൻ എൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിൽ ഇതുപോലെ പിടിച്ചിരിക്കും എവിടെ പോയാലും. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിൻ്റെ മോഷൻ 2 ദിവസം നീ ടെസ്റ്റ് ചെയ്യുക, അതിനകത്ത് ബ്ലഡിൻ്റെ അംശമോ മ്യൂക്കസോ പസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് കൊളോണോസ്കോപ്പി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ആ കൊളോണോസ്കോപ്പി എന്ന് കേട്ടപ്പോഴേ എൻ്റെ ജീവൻ പോയി. എനിക്ക് അത്രയ്ക്ക് ഭയമുള്ളൊരു കാര്യമാണ് എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും. ഞാൻ ഡോക്ടറെ മുമ്പിൽ നിന്ന് കണ്ണ് നിറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, ഒന്നുമില്ല, നീ ടെസ്റ്റ് ചെയ്തിട്ട് വാ. ഞാൻ ശരി ഡോക്ടറെ എന്നും പറഞ്ഞു ഞാൻ വന്നു. ഞാൻ ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് എനിക്ക് നെഗറ്റീവാക്കി എൻ്റെ അമ്മ തന്നു. ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ രക്ഷപ്പെട്ടല്ലോടാ, നിൻ്റെ അസുഖം മാറിയല്ലോ, നിനക്കിപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ, നിനക്ക് ബ്ലഡിനകത്ത് മോഷനകത്ത് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ അമ്മയെ എടുത്ത് കാണിച്ചു. എൻ്റെ അമ്മയാണ് എനിക്ക് അഭയം. എൻ്റെ അമ്മ കഴിഞ്ഞുള്ള ആരും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അമ്മയില്ലാത്തൊരു ജീവിതമില്ല. എനിക്ക് എപ്പോഴും എൻ്റെ അമ്മ അറിഞ്ഞു അമ്മയെ ഈശോയെ ചേർത്ത് നിർത്തി മുമ്പോട്ട് പോകാൻ ആഗ്രഹം. അതുപോലെ ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. ഞങ്ങളൊരു 16 പേര് ചേർന്നത് ഞങ്ങൾ തിരുവനന്തപുരം, ചെങ്ങന്നൂർ, അതുപോലെ തന്നെ അഞ്ചൽ, കൊല്ലം, അങ്ങനെ ഒരുപാടടുത്ത് ചേർന്ന് ഞങ്ങൾ 16 പേര് ചേർന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പ്, മരിയൻ ഗ്രൂപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഗ്രൂപ്പിൽ രാത്രി 8 മണിയാകുമ്പോൾ ഞങ്ങളെല്ലാവരും കയറും, ജപമാല പിടിക്കും. ഒരു ദിവസം പോലും മുടങ്ങത്തില്ല. കുറഞ്ഞത് ഒരു 15 പേരെങ്കിലും അതിനകത്ത് കാണും. 15 അല്ലെങ്കിൽ 10 ഇത്രയും പേര് വരാൻ പറ്റുന്നവരെല്ലാം വന്ന് ആ ജപമാല പിടിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ അഖണ്ഡ ജപമാല ഓരോരുത്തരുടെയും വീട്ടിൽ ഓരോ മാസവും ആദ്യം ഒരു ദിവസം ഞങ്ങൾ നടത്താറുണ്ട്. അതുപോലെ ബാക്കിയുള്ളവർക്കൊക്കെ അസുഖങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടി ആ വീട്ടിൽ ഇരുന്ന് ജപമാല പിടിക്കുകയും കരണക്കൊന്ത പിടിക്കുകയും കുരിശിൻ്റെ വഴി ചെയ്യുകയും എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ പ്രേക്ഷിതം ചെയ്യുന്നുണ്ട്, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിതം ചെയ്യുന്നതെന്ന് പറയാം. ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് കഫക്കെട്ടായിട്ട്, അപ്പോഴും അവിടെ ഒരു 10 വയസ്സുള്ളൊരു കുഞ്ഞ് ഭയങ്കര ഛർദിലായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. ആ സമയത്ത് ആ കുഞ്ഞിൻ്റെ ഛർദിൽ കേട്ട് എനിക്ക് ശ്വാസം മുട്ടലായിട്ട് കിടക്കും. എനിക്കിത് കേൾക്കുമ്പോൾ തോറും വെപ്രാളം കയറുക. ഞാൻ അമ്മയെ വിളിച്ചിരുന്ന് കരഞ്ഞു, അമ്മയെ ആ കുഞ്ഞിൻ്റെ അസുഖം ഒന്ന് മാറ്റി കൊടുക്കുമ്പോൾ എനിക്ക് കണ്ടും കേട്ടും നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞ് ഞാൻ കരച്ചിലായിരുന്നു. അപ്പോഴും അവിടെ രണ്ടിൻ്റെ ആ കുഞ്ഞിനെ സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ കുടലിനകത്ത് കുരുക്കളുണ്ട്. അതിന് ഭാഗമായിട്ടാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് SAT കൊണ്ടുപോകാൻ അവരോട് പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് ഓടുന്ന കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അന്നേരം അവർ പറഞ്ഞു, ഇതണക്ക് കുഞ്ഞിനെ SAT കൊണ്ടുപോകാൻ പറഞ്ഞു മോളെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു അവരും ഒരു അക്രൈസ്തവയാണ്. അപ്പോഴും ഞാൻ ചോദിച്ചു, ചേച്ചി ഞാൻ കൃപാസനത്തിൻ്റെ ഉപ്പിച്ചിരി ഞാൻ കൊടുത്തോട്ടെ മോനെന്ന് ചോദിച്ചു. കൊടുക്കും മോളെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി ആ കുഞ്ഞിന് കൊടുത്തു. അതിനുശേഷം ആ കുഞ്ഞിനെ ഒരു ഹോസ്പിറ്റലിലും കൊണ്ടുപോകേണ്ടി പറ്റിയില്ല. അതിന് ഛർദിലും നിന്നു, അതിന് സുഖമായി. അവരിപ്പോഴും എന്നെ വിളിച്ച് എവിടെ വെച്ച് കണ്ടാലും വലിയ കാര്യമോ ചേച്ചി കൊടുത്ത ഉപ്പിൻ്റെ ഫലം. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹമാണ്, എൻ്റെ കൃപാസന അമ്മയാണ് നിങ്ങളെ തൊട്ടതും നിങ്ങളുടെ മോനെ തൊട്ടതും, അല്ലാതെ ഒരിക്കലും എൻ്റെ യോഗ്യതയല്ല എന്ന് ഞാൻ പറയുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി സിന്ധു എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. കൂട്ടുകാരി മാത്രമല്ല, എൻ്റെ ഒരു കൂടപ്പിറപ്പായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ചേച്ചിയാണ്. എനിക്കെല്ലാം പറഞ്ഞു തരുന്ന കൃപാസനത്തിനെ കുറിച്ചെല്ലാം പറഞ്ഞു തരികയും പ്രാർത്ഥനയിൽ എന്നെ ഒരുപാട് മുമ്പോട്ട് കൊണ്ടുവരികയും ചെയ്തത് ആ ചേച്ചി മാത്രമാണ്. ആ ചേച്ചി ഇല്ലെങ്കിൽ ഇന്ന് എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. കൃപാസനം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പ്രാർത്ഥന എങ്ങനെയാണെന്നറിയത്തില്ല. ഞാൻ 2 വർഷം ഈ കൃപാസനത്തിൽ വന്നു, അമ്മയെ പ്രാർത്ഥിച്ചു, അമ്മ ഈശോയെ അറിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോഴാണ് ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ ഡിസംബർ 17-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ആത്മീയമായിട്ട് മുമ്പോട്ട് വരാനും ഈശോയെ അമ്മയെ അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതുപോലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ആക്കിയതിനും എനിക്ക് ഒരുപാട് നന്ദി ഈശോയോടും അമ്മയോടും ഉണ്ട്. അതുപോലെ ഞാൻ പത്രം പ്രേക്ഷിതം ചെയ്യും. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ഞാനത് ചെയ്യാറുണ്ട്. ഞാനതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്ന പറയാൻ ഏതെങ്കിലും പേഷ്യൻസ് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പം വയ്യാഴിക കണ്ടു കഴിഞ്ഞാൽ അവരുടെ കൂടെ ആരുമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രായമുള്ളവരെ വിളിച്ചുകൊണ്ട് പോയി അവർക്ക് വേണ്ടുന്ന ഹെൽപ്പെല്ലാം ചെയ്തു കൊടുക്കും. അതുപോലെ ആഹാരം
വേണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അപ്പോഴേ അവർക്ക് ആഹാരം മേടിച്ച് കൊടുക്കുകയും ഒരു പക്ഷേ ഞാൻ പൈസ കൊടുക്കുകയും അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഒരുപാട് സാമ്പത്തികമുള്ള ആളൊന്നും അല്ല ഞാൻ, എന്നാലും എൻ്റെ സാമ്പത്തികത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പൊതിച്ചോറ് കൊടുക്കും, പത്രം ഞാൻ പ്രേക്ഷിതം ചെയ്യുന്ന റോഡ് തീളം നടന്ന് ഓരോരുത്തർക്കും കൊടുക്കും. ഒരുപാട് പേര് നിഷേധിക്കും, എന്നാലും ഞാൻ വേണ്ട സാരമില്ല എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത് അമ്മയെ ഈശോയെ കുറിച്ച് പറഞ്ഞ് എൻ്റെ സാക്ഷ്യങ്ങളും പറഞ്ഞാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അന്ന. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 12/10/2023 ഞാൻ ആദ്യം തന്നെ എൻ്റെ മാതാവിനോട് ഞാൻ നന്ദി പറയുകയാണ് എന്നെ ഇവിടെ എത്തിച്ചതിന്. ഞാൻ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത് ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ്. ഒരു ചേച്ചി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പത്രം തന്നു. പക്ഷേ എന്താണ് അതെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആകെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് മാത്രമായിരുന്നു. അതിനുശേഷം ഞാൻ +2 കഴിഞ്ഞ് ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി. ഞാൻ അങ്ങനെ ജർമ്മൻ പഠിച്ച് എക്സാം എഴുതുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എങ്കിലും ആ ഉടമ്പടി എനിക്ക് വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല. എങ്കിലും ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലുള്ള ധ്യാനം എല്ലാ ദിവസവും ഞാൻ കേൾക്കുമായിരുന്നു. അച്ഛൻ്റെ ഓരോ ധ്യാനവും എനിക്ക് ഓരോ പാഠങ്ങളായിരുന്നു. അതുവഴി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും 14/11/2024 ഒന്നുകൂടി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അങ്ങനെ ഞാൻ മാതാവിനോട് കുറച്ചുകൂടി അധികം ചേർന്ന് നിൽക്കാൻ സാധിച്ചു. എനിക്ക് ആദ്യമായി മാതാവിൻ്റെ അടയാളം ലഭിക്കുന്നത് ഞാൻ B2 എക്സാമിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ സ്പീക്കിങ്ങിന് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴാണ്. ഞാൻ ഒരുപാട് ടോപ്പിക്സ് പഠിച്ച് ഞാൻ അവിടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി. എങ്കിലും ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒന്നും അറിയില്ലാത്ത ടോപ്പിക്കായിരുന്നു എനിക്ക് ലഭിച്ചത്. എയും ബിയും പാർട്ടുമായിട്ട് എനിക്ക് ആ ടോപ്പിക്ക് ലഭിച്ചു. ആ നിമിഷം എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. എങ്കിലും ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ എക്സാമിന് കയറി. അവിടെ നിന്ന് ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തു. പക്ഷെ ഞാൻ മാതാവിനോടൊന്നും പറഞ്ഞിരുന്നില്ല. അതിനുശേഷം ഞാൻ എക്സാം സെൻറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, എൻ്റെ വിശ്വാസം സത്യമാണെങ്കിൽ അമ്മ എന്നെ ഈ എക്സാമിന് പാസ്സാക്കണം. അത്ര മാത്രമേ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നുള്ളൂ. എന്നിട്ട് എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അത്ഭുതം എന്ന് തന്നെ പറയാം, എന്നെ മാതാവ് സ്പീക്കിങ്ങിന് പാസ്സാക്കി. എന്നാൽ എൻ്റെ കൂടെ അറ്റൻഡ് ചെയ്ത ഒരുപാട് കുട്ടികൾ അതിന് ഫെയിലാവുക ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇതുപോലെ തന്നെ റൈറ്റിംഗ് എക്സാം 4 പ്രാവശ്യം ഞാൻ തോറ്റു പോയിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം ഞാൻ എക്സാമിന് പോയപ്പോൾ എനിക്ക് കാശുരൂപം കയറ്റാൻ പറ്റിയില്ല. ഞാൻ 3ാമത്തെ പ്രാവശ്യം എക്സാമിന് കയറിയപ്പോൾ എന്ത് വന്നാലും ഞാൻ കാശുരൂപം കയറ്റുക തന്നെ ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ കാശുരൂപവുമായി ഞാൻ എക്സാം ഹാളിൽ കയറി. അങ്ങനെ എനിക്ക് ടോപ്പിക്ക് ലഭിച്ചപ്പോൾ അന്നും ഇതുപോലെ തന്നെ അറിയാത്ത ഒരു ടോപ്പിക്ക്, എനിക്കൊന്നും എഴുതാൻ ലഭിച്ചിരുന്നില്ല. ഞാൻ മാതാവിൻ്റെ കാശുരൂപം എടുത്ത ആ പേപ്പറിൽ കുരിശടയാളത്തിൽ കുരിശ് വരച്ച് ഞാൻ എന്തൊക്കെയോ എഴുതി ഞാൻ ആ പേപ്പർ അവിടെ സബ്മിറ്റ് ചെയ്തു. എന്നാൽ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ നോക്കാൻ പോലും തയ്യാറായില്ല. കാരണം എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ തോൽക്കുമെന്ന്. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു അവരൊക്കെ ഫെയിലായി. അപ്പോൾ എനിക്ക് കൂടുതൽ പേടിയായി അത് തുറന്ന് നോക്കുവാനായിട്ട്. എങ്കിലും സാരമില്ല, എൻ്റെ മാതാവ് എനിക്ക് എന്താണ് വിധിച്ചത് അതെനിക്ക് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് നോക്കി. അത്ഭുതകരമായിട്ട് ഞാൻ അതിനും പാസ്സായി. ഇതോട് കൂടിയിട്ട് മാതാവ് എൻ്റെ വിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ B2 ഫുൾ മൊഡ്യൂൾ പാസ്സായി പ്രോസസ്സിങ്ങിന് കൊടുത്തു. അവിടെ മുതലാണ് ഒരു പക്ഷേ എനിക്ക് മാതാവിനോട് കൂടുതൽ അടുക്കുവാനും എനിക്ക് കുറേ തടസ്സങ്ങൾ ഉണ്ടാകുവാനുമായിട്ടുള്ള ആ സമയമായിരുന്നു. ഞാൻ ജൂണിലാണ് അവിടെ പ്രോസസ്സിങ്ങിന് കൊടുത്തത്. എൻ്റെ പ്രോസസ്സിങ് കൊടുത്തതിന് ശേഷം എൻ്റെ മുമ്പിൽ വന്ന ആദ്യത്തെ തടസ്സം എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ 2 പ്രാവശ്യം ഇൻ്റർവ്യൂ നടത്തിയെങ്കിലും എനിക്കതിന് പാസ്സാവാനായിട്ട് സാധിച്ചില്ല. 3ാമത്തെ പ്രാവശ്യം ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ഞാൻ അമ്മയുടെ കാശുരൂപം മുറുകെ പിടിച്ച് തിരി കത്തിച്ച് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ ആ ഇൻ്റർവ്യൂവിന് പാസ്സായി. അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് ഒരുപാട് കുട്ടികളുടെ കൂട്ടത്തിൽ പാസ്സായ ഒരാൾ ഞാൻ മാത്രമായിരുന്നു. അതിനുശേഷം ഞാൻ ഓരോ പേപ്പർ വർക്കുകൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഓരോ തടസ്സങ്ങൾ എനിക്ക് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എങ്കിലും ഉടമ്പടി എടുത്ത നിമിഷം മുതൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, എൻ്റെ കൂടെ എപ്പോഴും ആരോ ഉണ്ട്. ഒന്നല്ലെങ്കിൽ എൻ്റെ മുൻപിൽ അല്ലെങ്കിൽ പിറകിൽ. എന്ത് തടസ്സം വന്നാലും അത് മുന്നോട്ട് എനിക്ക് മാറ്റി തന്ന് നീക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ജൂണിൽ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരുന്നെങ്കിലും എനിക്ക് കോൺട്രാക്റ്റ് കിട്ടാൻ വളരെയധികം ലേറ്റായി. ഓഗസ്റ്റ് 13-നാണ് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയത്. കോൺട്രാക്റ്റ് കിട്ടി വന്നപ്പോഴത്തേക്കും വിസ വയ്ക്കാനുള്ള ഡേറ്റ് ഇല്ലാതെ ആയിപ്പോയി. പിന്നീട് എനിക്ക് വിസ വയ്ക്കാൻ ഞാൻ ഒരുപാട് മാതാവിനോട് പ്രാർത്ഥിച്ചെങ്കിലും മാതാവ് അവസാനം എൻ്റെ
വാക്ക് കേട്ടു. അങ്ങനെ എനിക്ക് സെപ്റ്റംബർ 31 വിസ വെക്കാനുള്ള ഡേറ്റ് കിട്ടിയത്. പക്ഷേ എനിക്ക് ഒക്ടോബർ 1 അവിടെ ക്ലാസ് തുടങ്ങുമായിരുന്നു. ഈ സെപ്റ്റംബർ 31 വിസ വെക്കുന്ന സാഹചര്യത്താൽ ഏജൻസിയിൽ നിന്ന് പറഞ്ഞു, നീ 1 ലക്ഷം രൂപ തരണം. അത് തന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു പേപ്പർ തരാം. ആ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഉടനടി നിനക്ക് വിസ ലഭിക്കുമെന്ന് പറഞ്ഞു. ഞാനും വേറെ ഒരു കുട്ടി കൂടിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പൈസ കൊടുത്തു വിസയ്ക്ക് കൊണ്ടുപോയി വെച്ചു. വിസ കൊണ്ടുപോയി വെച്ച് അവർ പറഞ്ഞതുപോലെ ഒക്ടോബർ 17 മുമ്പ് ഞങ്ങൾക്ക് ക്ലാസ്സിൽ കയറണമായിരുന്നു. പക്ഷെ അതിനുള്ളിൽ എനിക്കും അവൾക്കും വിസ ലഭിച്ചില്ല. ഞാൻ എന്താണ് സംഭവിക്കുന്നതെന്നോ എന്താണ് അവിടെ നടക്കുന്നതെന്നോ എനിക്ക് ഒട്ടും തന്നെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു അത്. എങ്കിലും ഞാൻ മാതാവിനോട് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് പുതുക്കിയിട്ട് കുറച്ചായിരുന്നു. ഞാൻ അങ്ങനെ എനിക്ക് വീട്ടിൽ നിന്ന് വരാനുള്ളതും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മൂലവും എനിക്ക് ഇങ്ങോട്ട് വരുവാൻ സാധിച്ചില്ല. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരികയാണെങ്കിൽ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷ്യവും അടയാളവും ഞാൻ ഈ അൾത്താരയിൽ ഏറ്റുപറയുമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു. അതുപോലെ അങ്ങനെ ഞാൻ നവംബർ 14 ഞാൻ ഇവിടെ ഓൺലൈനായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. നവംബർ 14 ഉടമ്പടി എടുത്ത 5-ാം ദിവസം എനിക്ക് പരിശുദ്ധ അമ്മ അതുവരെ ഡിസ്പാച്ച് ആവാണ്ടിരുന്ന വിസ ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞ് മെയിൽ വന്നു. എനിക്ക് 40 ദിവസമായിട്ടും എൻ്റെ വിസ ഒരനക്കവുമില്ലാതെ അവിടെ നിൽക്കുകയായിരുന്നു. ഒരു മെയിലോ ഒന്നുമില്ലായിരുന്നു. ഞാൻ ഏജൻസീനെ കോൺടാക്റ്റ് ചെയ്തു, എംബസീനെ കോൺടാക്റ്റ് ചെയ്തു. ആരും ഒന്നും തന്നെ പറയുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഓൺലൈനായി ഉടമ്പടി എടുത്തതിൻ്റെ 5-ാം ദിവസം എനിക്ക് മാതാവ് എൻ്റെ വിസ ഡിസ്പാച്ച് ആക്കി തന്നു. എങ്കിലും എൻ്റെ വിസയിൽ ഞാൻ ഫോം ഫില്ല് ചെയ്ത് വെച്ചതിൽ ഒരുപാട് കറക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ വിസ റിജക്ഷൻ ആവുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വിസ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കിയിരുന്നത്. പക്ഷേ എനിക്ക് വിസ കിട്ടിയപ്പോൾ മാതാവ് അത് വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് റിജക്ഷൻ ഒന്നും കൂടാതെ എനിക്കത് തന്നു. എങ്കിലും എനിക്ക് ഒക്ടോബറിലേക്ക് പോകുവാനായിട്ട് സാധിച്ചില്ല. എൻ്റെ ഇൻടേക്ക് വീണ്ടും അവർ ഏപ്രിലേക്ക് നീട്ടിവെച്ചു. അവർ പറഞ്ഞു എനിക്ക് കോൺട്രാക്റ്റ് തരാമെന്ന്. അങ്ങനെ കോൺട്രാക്റ്റ് എൻ്റെ കൂടെയുള്ള കുട്ടിക്ക് കൊടുത്തിട്ടും എനിക്ക് തരുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തിട്ടും ഞാൻ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിനോ ഒന്നിനും ഞാൻ പോയിരുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യമായി രോഗികളെ കാണാനായിട്ട് പോയി. അവരെ പോയി കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്തു. ഞാൻ രോഗികളെ കാണാൻ പോയി 3-ാം ദിവസം എനിക്ക് ഏജൻസിയിൽ നിന്ന് ഞാൻ പോലും ഒന്നും പറയാതെ അവരെനിക്ക് കോൺട്രാക്റ്റ് അയച്ചു തരികയാണ് ചെയ്തത്. ജനുവരി ആയിട്ടേ നിനക്ക് കോൺട്രാക്റ്റ് തരികയുള്ളൂ എന്ന് പറഞ്ഞവർ ഡിസംബറിൽ തന്നെ എനിക്ക് ആ കോൺട്രാക്റ്റ് തരാനിടയായി. അവസാനമായിട്ട് മാതാവ് എനിക്ക് ഒരു പരീക്ഷണം കൂടി തന്നു. ആ പരീക്ഷണത്തിലാണ് ഒരു പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ ഈ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത് പോലും. കാരണം ഞാൻ ഇത്രയും നാൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞുവെന്ന് സമാധാനിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് വിസയിൽ കറക്ഷനുണ്ട്, നീ അത് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നിനക്ക് ഒരു കാരണവശാലും ജർമ്മനിയിലേക്ക് വരാൻ പറ്റുകയില്ല എന്ന് അവരെന്നോട് പറയുകയുണ്ടായി. എൻ്റെ സാഹചര്യം അന്ന് വളരെ മോശമായിരുന്നു. ഇനി ഒന്നുകൂടെ വിസയ്ക്ക് വെക്കുവാനോ അല്ലെങ്കിൽ ഇനി ഒന്നും കൂടെ വിസ നോക്കിയിരിക്കാനുള്ള സമയമോ സാമ്പത്തികമോ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പരിശുദ്ധ അമ്മയോട് ആദ്യമായി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഈ തടസ്സം മാറ്റിത്തരണം. ഞാൻ ഈ അൾത്താരയിൽ വന്ന് അമ്മയുടെ സത്യത്തിന് സാക്ഷിയാവാൻ ഞാൻ വരും, ഞാൻ തീർച്ചയായും വരും. ഞാൻ ഇവിടെ അമ്മയുടെ അടയാളം ഞാൻ ഏറ്റുപറയുക തന്നെ ചെയ്യും. എൻ്റെ ഈ ആഗ്രഹം അമ്മ സാധിച്ചു തരണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പരിശുദ്ധ അമ്മ എൻ്റെ ആ തടസ്സം മാറ്റി തന്നു. എന്നോട് ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ നിന്നൊന്നും ചെയ്യണ്ട, നമുക്ക് ജർമ്മനിയിൽ തന്നെ എല്ലാം ശരിയാക്കാമെന്ന്. അവർക്ക് തന്നെ അതൊരു അത്ഭുതമാണെന്ന് അവരെന്നോട് പല ആവർത്തി പറയുകയുണ്ടായി. ഇങ്ങനെ പരിശുദ്ധ അമ്മയോടുള്ള എൻ്റെ വിശ്വാസം അധികം വർദ്ധിച്ചത് ഈ ഒരു എൻ്റെ വിസയിലുള്ള കറക്ഷൻ കാരണം തന്നെയാണ്. ഒരു പക്ഷേ മാതാവ് തന്നെയായിരിക്കും എൻ്റെ ഒക്ടോബർ ഇൻടേക്ക് ഏപ്രിൽ ഇൻടേക്കിലേക്ക് മാറ്റിയതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ മാതാവുമായിട്ട് കൂടുതൽ അടുത്തതും ഇവിടെ സാക്ഷ്യം പറയാൻ വരണം എന്നുമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഏപ്രിൽ ഇൻടേക്കിൽ തന്നെ വരണമായിരുന്നു. എന്നെ മാതാവിലേക്ക് കൂടുതൽ അടുപ്പിച്ചതും അമ്മയിലേക്ക് കൂടുതൽ വിശ്വാസത്തിൽ ഉയർത്തിയതും എന്നെ കൃപാസനമാണ്. അതുപോലെ തന്നെ ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും നാൾ പ്രാർത്ഥിച്ചിരുന്നതും. എന്നാൽ കൃപാസനം എന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നും പഠിപ്പിച്ചു. എന്നെ ഈ നിലയിൽ എത്തിക്കുകയും അതുപോലെ തന്നെ എനിക്ക് ജർമ്മനിയിൽ പോകാൻ എല്ലാ അവസരം നൽകിയ എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപോലെ നന്ദി പറയുന്നു. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത എനിക്കും എൻ്റെ മക്കൾക്കും ഇതിന് ഒരു അവസരം തന്നതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഷെറിൻ. ഞാൻ ആലുവയ്ക്കടുത്ത് ചൊവ്വരയിൽ നിന്ന് വരുന്നു.
ഞാൻ 2019 ആദ്യമായി ഉടമ്പടി എടുത്തത്. എനിക്ക് എൻ്റെ കൈ പൊന്തുകയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ അത് എപ്പോഴാണ് മാറിപ്പോയതെന്നൊന്നും എനിക്ക് അറിയില്ല. പിന്നെ എൻ്റെ മകനന്ന് 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ പഠിക്കാനൊക്കെ മോശമായിരുന്നു. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. അവൻ 80% എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ എനിക്ക് ഇവിടെ കയറി നിന്ന് പറയാനുള്ള പേടിയുണ്ട്. ഞാൻ അന്ന് മാതാവിനോട് പറഞ്ഞു 80% അവൻ എത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ 80% അവന് കിട്ടുകയാണെങ്കിൽ കിട്ടിയാൽ മാത്രമേ ഞാനിവിടെ കയറി നിന്ന് പറയുള്ളൂ എന്ന് മാതാവിനോട് പറഞ്ഞു. പക്ഷേ മാതാവ് എനിക്ക് ഇവിടെ കയറി നിന്ന് പറയണം എന്നുള്ളതുകൊണ്ട് 82% മാർക്കാണ് അന്ന് തന്നത്. പിന്നെ എൻ്റെ മകൾ അയന, കുഞ്ഞ് ലിയാൻഡ്രോ, ഇത് മകൻ ജോസഫ് അതുൽ പോൾ. എൻ്റെ മോൻ വിളിക്കുകയാണ്, അമ്മ എനിക്ക് പെട്ടെന്ന് എന്താണാവോ കാലിനും കൈക്കും എന്തോ ഒരു വിഷമം പോലെ, എനിക്കിങ്ങനെ എന്തോ കുഴച്ചിൽ പോലെ വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ അപ്പോൾ ആ 2 ദിവസം അവന് ഇത്തിരി വർക്ക് ഉണ്ടായിരുന്നു, ഇലക്ട്രിക്കിൻ്റെ വർക്ക്. അവൻ ഇത് അപ്രൻറ്റീഷിപ്പിന് കയറിയൊക്കെ ആയിരുന്നു. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജമാല റാലിക്ക് കിട്ടിയതാണ്. അതും എറണാകുളത്ത് തന്നെ കിട്ടി. മോളും എറണാകുളത്ത് ലക്ഷ്മി ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഈ 4 മാസത്തോളം മോനാണ് ഭക്ഷണങ്ങൾ, എൻ്റെ അമ്മയുടെ അനിയത്തിരി വീട് അവിടെയുണ്ട്, അവിടെ നിന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് തന്നിട്ടാണ് അവൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളൊരു മോനാണ്. അപ്പോൾ തലേദിവസം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും, നീ എന്ന കാലത്ത്. അപ്പം അളിയൻ കൊച്ച് പറഞ്ഞ് അവനെ വന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട, ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞ് രാവിലെ വന്ന് കഴിഞ്ഞ് ഹോസ്പിറ്റൽ അവിടെ അന്ന് ജനറൽ ഹോസ്പിറ്റലിൽ കാണിക്കും. ഇവിടെ ആവുമ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും പോവാൻ നേരം വൈകുമല്ലോ, കുറേ നാളായല്ലോ ഇവിടെ കിടക്കണത്. അപ്പം ജനറലിൽ കാണിച്ചിട്ട് നമുക്ക് വേഗം പോകാമെന്ന് വിചാരിച്ചു. ജനറൽ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സി ടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സി ടിയിൽ എന്തോ പ്രശ്നം കാണുന്നു, വേഗം ഇവിടെ നിന്ന് കൊണ്ടുപോക്കും, കളമശ്ശേരിയിൽ കൊണ്ടുപോയി. അപ്പം തന്നെ MRI എടുക്കും, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് വേഗം ആംബുലൻസ് വിളിച്ച് കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്, ഒരു കാര്യവും നടക്കില്ലല്ലോ. അപ്പം കൊച്ച് അപ്പത്തേനും അവൻ്റെ ഒരു വശം ഇങ്ങനെ തളർന്നു പോലത്തെ അവസ്ഥയായി, വീൽ ചെയറിലായി. അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് ആംബുലൻസിൽ അവനെ ഇവിടെ എത്തി. പിന്നെ ലിസി എത്തിയപ്പോഴത്തേനും അവന് എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് കിടപ്പായി. അപ്പം മാതാവ് എന്നെ ജപമാല അത്ര എത്തിച്ചത് എൻ്റെ മകന് ഇത് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ എത്തിച്ച് ഐസിൻ്റെ ഫ്രണ്ടിലിരുന്ന് ജപമാല എത്തിച്ച് ഡോക്ടർ പറഞ്ഞു 3 മാസം കഴിയാതെ അവൻ എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞ്. പക്ഷേ ബ്രെയിനിനുള്ള ഇഞ്ചക്ഷൻ എടുക്കുക. അപ്പം എനിക്ക് ആദ്യം ഇവിടെ ഓരോരുത്തർ സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു ലക്ഷങ്ങളുടെ കണക്ക് പറയുമ്പോൾ ഒന്നറിയാണ്ട് എങ്ങനെ എത്ര ലക്ഷങ്ങൾ കടം വീട്ടാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തോന്നുന്നു അതൊക്കെ നമ്മുടെ തോന്നലാണ് എന്ന് മനസ്സിൽ ഇങ്ങനെ ഓരോരുത്തരുടെ സാക്ഷ്യം. പിന്നെ അങ്ങനെ ഇത്ര ലക്ഷങ്ങളുടെ കാര്യങ്ങൾ വരല്ലേ എന്ന് തോന്നും. ഞാൻ ആ ഒരു സ്റ്റേജിൽ നിന്നപ്പോൾ എനിക്ക് തോന്നി മാതാവ് ഇത്രമേൽ അനുഗ്രഹം. ഓരോ ഇഞ്ചക്ഷൻ 3.25 ലക്ഷം അങ്ങനെ ടെസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു വികാരമില്ലാതെ നിന്ന് ആൾക്കാർ അങ്ങനെ നിൽക്കണമെന്ന് പറയുമ്പോൾ തോന്നും പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു വികാരമില്ലാതെ നിൽക്കല്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു അവസ്ഥയിൽ നിന്നപ്പോൾ എനിക്ക് തോന്നി എത്ര അത്ഭുതം മാതാവ് ഇവിടെ ചെയ്യണത്. ഞാൻ ഒന്നും അറിയില്ല, ലക്ഷങ്ങളുടെ കണക്ക് പറഞ്ഞിട്ടാ എങ്ങനെ ആ കടങ്ങളൊക്കെ കൊടുത്ത് പൈസകളൊക്കെ എങ്ങനെ ഇതൊക്കെ നടന്നു പോകുന്നതെന്ന് എനിക്കിപ്പോഴും അത്ഭുതമാണ്. അത് ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ശരിയായ കാര്യങ്ങളാണ്. മാതാവ് അങ്ങനെ ഒരു അത്ഭുതം ഇതായി. മോൻ 3 മാസം എന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് പിറ്റേ ദിവസം തുടങ്ങി ഇവൻ്റെ കൈ ഞാൻ എന്നും ചെല്ലുമ്പോൾ ഈ മാതാവിൻ്റെ ഇത് ഇവനെ കൈമ പിടിപ്പിക്കും, നെറ്റിയിൽ കുരിശ് വരപ്പിക്കും. IC കയറി കാണുമ്പോൾ അവന് പേര്. പിന്നെ ഒരു കാര്യം, ആൾക്കാർ ഇവിടെ ഓരോ പേര് പറയുമ്പോൾ ഞാൻ ഓർക്കും എൻ്റെ പോലെ ഇതൊക്കെ എന്ത് രോഗമാണ്, മനുഷ്യരോട് എങ്ങനെ പറയും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മോനെ ഒരു രോഗം വന്നു കഴിഞ്ഞപ്പോൾ പ്രതിരോധശേഷി എതിരായിട്ട് വരുന്ന ഒരു രോഗമാണ് CNS ഡിമുലേറ്റിംഗ് ഡിസോർഡർ മൊഗാഡ്. അപ്പം ഞാൻ ഓർക്കണേ ആൾക്കാർ ഇവിടെ വന്ന് പറയുമ്പോൾ എങ്ങനെ വായിക്കൊള്ളാത്ത പേരൊക്കെ പറയും എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ഉണ്ടെന്ന് പറയാൻ തന്നെ നമുക്ക് പറ്റണത്. അപ്പം
പിറ്റേ ദിവസം ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അവൻ്റെ വിരലിലൊന്ന് പിടിക്കാൻ പറഞ്ഞു. പക്ഷെ അവൻ്റെ വിരലിൽ പിടിച്ച് മാതാവിൻ്റെ കാശ് രൂപം കൂട്ടിയാണ് പിടിച്ചത്. പെട്ടെന്ന് അവൻ വളരെ ശക്തമായിട്ട് എൻ്റെ കൈമേ പിടിക്കുകയും 3 മാസം എന്ന് പറഞ്ഞത് 3 ആഴ്ച കൊണ്ട്, അത് അവിടെ കിടക്കണം എന്ന് പറഞ്ഞാൽ 8-ാം ദിവസം വീട്ടിലോട്ട് 1 മാസം അവിടെ കിടന്ന് അവനെ ഫിസിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 1 ദിവസം പോലും അവിടെ കിടത്താതെ വീട്ടിൽ വന്ന ഒരാഴ്ച ഫിസിയോതെറാപ്പി ചെയ്ത് പിന്നെ പിറ്റേ ആഴ്ച 3-ാമത്തെ ആഴ്ച ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ ഇപ്പോൾ നടന്ന് ചെല്ലണം കണ്ടപ്പോൾ ഡോക്ടർക്ക് അതിശയം. ഇവൻ്റെ പെരുവിരലിൽ പോലും നടത്തി നോക്കി. കാരണം ആ വിരലിൽ നടക്കാൻ നമുക്ക് അത്രയും ഇതുണ്ടെങ്കിലല്ലേ സാധിക്കുള്ളൂ. പെരുവിരലിൽ നടത്തി നോക്കിയപ്പോൾ ഇവൻ നടന്നു. എൻ്റെ മോനെ മാതാവ് അങ്ങനെ 3 മാസത്തിൽ എനിക്ക് നടക്കുമെന്ന് പറഞ്ഞത് 3 ആഴ്ചയ്ക്കുള്ളിൽ അവൻ എനിക്ക് നടന്നു. എന്നെ കാണിച്ചു തരാനായിട്ട് പിറ്റേ പ്രാവശ്യം ഞാൻ ടെസ്റ്റിന് ചെന്നപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ളൊരു മകള് അവിടെ വന്നേക്കണ്. അതിന് ഇതേ സെയിം അസുഖമായിട്ട് അരയ്ക്ക് കീഴ്പോട്ടാണ്. അതിൻ്റെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. അപ്പം അങ്ങനെ ആ കൊച്ച് എനിക്ക് നടക്കാതെ ഇങ്ങനെ ഇരുന്ന് പെട്ടെന്ന് എല്ലാവരും കൂടി അതിൻ്റെ കഷത്ത് കൈയിട്ടുണ്ടും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയതാ മോൾക്ക് ഇന്ന അസുഖമാണോ? അപ്പം ഇതാണ്. എത്ര നാളായി മോൾക്ക് ഇത് വന്നിട്ട്? 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞ് ആ കുഞ്ഞിന് ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നടക്കാനായിട്ട് സാധിക്കണില്ല സ്വയം. അപ്പം എൻ്റെ മകനെ മാതാവ് അതിനേറെ സ്പർശിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ മകന് സൗഖ്യം തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ മാതാവ് തന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. എനിക്കും നിരവധിയായ രോഗസൗഖ്യങ്ങളൊക്കെ തന്ന് മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. നെഞ്ചിലുവേദനയൊക്കെ വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഒക്കെ പോയി എല്ലാം കാണിച്ചു കഴിഞ്ഞാലും ഒന്നും എന്താണെന്നറിയില്ല. അവർ പറയും നമ്മുടെ സംശയമാണ്, ഇങ്ങനെ തോന്നലാണെന്നൊക്കെ പറയും. പക്ഷെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കും അങ്ങനെ രോഗസൗഖ്യങ്ങളൊക്കെ തന്നു. അങ്ങനെ എല്ലാം തന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം ആസ്പത്രികളിലും റോഡിലും പിന്നെ വീടുകളിലൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി ഞാൻ അങ്ങനെ മകന് വന്ന ഐസിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നപ്പോഴാണ് ഇതേപോലെ വേദനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം. അവൻ്റെ ഓരോ കാര്യത്തിന് ഞാൻ ചെല്ലുമ്പോൾ എന്നെല്ലായതും അവനും ഇത്ര വേഗം സൗഖ്യം കിട്ടി. 3 മാസം എന്ന് പറഞ്ഞിട്ട് പിറ്റേ മാസം അവനിവിടെ ജപമാല റാലി ഉണ്ടായപ്പോൾ അതിൽ പങ്കെടുത്ത് ഇത്രയും വഴി അവന് നടക്കാൻ സാധിച്ചു. അങ്ങനെ അമ്മ മാതാവ് തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി. കാരുണ്യപ്രവൃത്തികൾ ഞങ്ങളിലാവുന്നത് എല്ലാവർക്കും ഞങ്ങൾ പൈസയായിട്ടും അല്ലാതെയും എല്ലാവർക്കും രോഗികളെ പോയി സന്ദർശിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് അമ്മ മാതാവ് തന്ന അനുഗ്രഹം. കുർബാനയിൽ ഈ 1 വർഷക്കാലം ഈ ആസ്പത്രിയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന് കുർബാനയിൽ യൂട്യൂബ് വഴി എന്നും കുർബാനയിലൊക്കെ കൂടുമായിരുന്നു. പിന്നെ കുമ്പസാരം ഇപ്പോൾ വന്ന് കുമ്പസാരത്തിൽ ഉണ്ട്. ചിലപ്പോൾ മാസത്തിലൊരിക്കലായിരിക്കും, ചിലപ്പോൾ സാധിക്കുന്ന പോലെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം ഉണ്ട്. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്നും മുടങ്ങാതെ ചൊല്ലുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതാണ് മാതാവ് തന്ന അനുഗ്രഹം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ എന്നെ സഹായിച്ചതിന് മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ട്രീസ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ബെൽത്തങ്കടി രൂപതയിലെ, കർണാടകയിലെ ബെൽത്തങ്കടി രൂപതയിലെ കുട്ടർപാടി ഇടവകമാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഡിസംബർ 2-ാം തീയതിയാണ്. 2025 ഡിസംബർ 2-ാം തീയതി. ഞാൻ 2.5 വർഷമായിട്ട് എൻ്റെ മെറ്റർനിറ്റി ബ്രേക്ക് കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ ഇരിക്കുമായിരുന്നു. ഞാൻ കൊച്ചിന് 1 വയസ്സായപ്പം തൊട്ട് ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ സ്കിൽ അപ്ഗ്രേഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഴ്സ് ചെയ്യുകയും അത് കഴിഞ്ഞ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 വർഷമായിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോടും ഈശോയോടും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒന്ന് പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക്, അല്ല ഓൺലൈനെങ്കിലും ഒരു ഉടമ്പടി എടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനൊക്കെ അന്നേരമൊക്കെ വിചാരിച്ചു
ഉടമ്പടി എടുത്തിട്ട് തന്നെ അല്ലല്ലോ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എല്ലായിടത്തും മാതാവുണ്ടല്ലോ, പിന്നെ എന്താ ഇങ്ങനെ എനിക്ക് ജോലി കിട്ടാത്തതെന്ന് ഞാൻ വിഷമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഒക്ടോബറൊക്കെ ലാസ്റ്റൊക്കെ ആയപ്പം ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ ഓൺലൈൻ ഉടമ്പടിയുടെ പേജിൽ പോയി സെർച്ച് ചെയ്തു, കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം ഉടമ്പടി വസ്തുക്കളൊന്നും അതിൽ കിട്ടത്തില്ല. നമ്മുടെ നിയോഗങ്ങളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കാമെന്നുള്ളതേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനത് മമ്മിയുടെ അടുത്ത് പറഞ്ഞപ്പം പറഞ്ഞു, ശരിയാ, നീ ഓൺലൈൻ ഉടമ്പടി എടുക്കണ്ട, നീ അവിടെ തന്നെ പോയി ഉടമ്പടി എടുത്താൽ മതി. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. ഒരാൾ 5 വയസ്സും അടുത്ത ആൾ 2 വയസ്സുമാണ്. അവരെ കൊണ്ട് ഇവിടെ വരാനും എനിക്ക് ഉടമ്പടി എടുക്കാനും ഒക്കെ കുറച്ച് പാടുള്ള കാര്യമാണ്. അതല്ല, ഞങ്ങൾ 4 പേര് ഹസ്ബൻഡും പിള്ളേരുമായിട്ട് ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. കുഞ്ഞ് സ്കൂളിലും പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ലീവൊക്കെ നോക്കിയിട്ട് വേണം. അപ്പോൾ ഞാൻ നവംബർ തൊട്ട് ഞാനിങ്ങനെ ഓൺലൈൻ നിബന്ധനകളൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നിബന്ധനകളൊക്കെ പാലിക്കാൻ എനിക്ക് പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ആദ്യം ഞാൻ ഈ നിബന്ധനകളിലൊക്കെ നടത്തി ഞാൻ ട്രൈ ചെയ്യാം ആദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഉടമ്പടി എടുക്കാം. കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതെല്ലാം പാലിച്ചിരിക്കണം. അത് കാരണം ഞാൻ നവംബർ ആദ്യം തൊട്ടേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രം പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ദിവസം 5:30 രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും എല്ലാം ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അന്നേരം തൊട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആകുന്നതൊക്കെ വിട്ടു. അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും വന്നെങ്കിൽ ജസ്റ്റ് അറ്റൻഡ് ചെയ്യും. ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്താലും മാസത്തിൽ 1 or 2 ഇൻ്റർവ്യൂ എനിക്ക് വരാറുള്ളൂ. വന്നെങ്കിൽ തന്നെ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ടൊക്കെ ക്ലിയർ ആവും. ചിലപ്പോൾ തേർഡ് റൗണ്ടിൽ എനിക്ക് കിട്ടാറില്ല. ഞാൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. അതിൻ്റെ മുമ്പ് 8 ഇയേഴ്സോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും നാളും ഞാൻ വർക്ക് ചെയ്തതിലൊന്നും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് ഞാൻ ഒന്നെങ്കിൽ അത് കോൺട്രാക്ട് ബേസ് ആയിരിക്കും, ഡയറക്റ്റ് ആണെങ്കിലും കറക്റ്റായിട്ടൊരു IT ഫീൽഡല്ല. ഞാൻ IT ഫീൽഡ് ടെസ്റ്റിംഗ് ഇതിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊക്കെ എനിക്ക് വിഷമമാണ്. എൻജിനീയറിങ് ചെയ്തിട്ടും ഒരു നല്ല ജോലി കിട്ടിയിട്ടില്ല എന്നൊക്കെ വെച്ച്. അങ്ങനെ ഈ 1 മാസത്തോളം ഞാൻ ഈശോയോടും മാതാവിനോടും കൂടുതലടുത്ത് എല്ലാ കാര്യങ്ങളും നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് നോക്കിയിട്ട് എനിക്ക് ടിക്കറ്റൊന്നുമില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുൾ ടൈം ടിക്കറ്റ് 2-3 മന്ത്സത്തേന് ടിക്കറ്റ് ഫുള്ളാണ്. അപ്പോൾ തത്കാലം എടുത്ത് വരാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ ഞാൻ നവംബർ ലാസ്റ്റ് ആയപ്പോഴത്തേനും തത്കാലം എടുക്കാൻ ട്രൈ ചെയ്തു. ആദ്യ പ്രാവശ്യം എടുത്തപ്പോഴത്തേനും അത് ക്യാൻസലായിപ്പോയി. അങ്ങനെ ഡിസംബർ 1-ാം തീയതി ഞായറാഴ്ചയായിരുന്നു, അല്ല, നവംബർ 30-ാം തീയതി ഞായറാഴ്ചയായിരുന്നു. അന്ന് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരുന്ന സമയത്ത് ആൾമോസ്റ്റ് 11:10 ആയി. 11:10 മുമ്പേ ടിക്കറ്റ് 11 കറക്റ്റായിട്ട് ടിക്കറ്റ് എടുത്താലേ കിട്ടത്തുള്ളൂ. പക്ഷേ 11:10 ആയപ്പോഴത്തേനും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നോക്കായിരുന്നു ഒന്ന് ടിക്കറ്റ് ഉണ്ടോ എന്ന്. അങ്ങനെ ഞങ്ങൾ കാറ് സൈഡിലാക്കി ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അത് ഒരു ടിക്കറ്റ് കിട്ടുകയും ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് ഡേക്കുള്ള ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. എനിക്ക് മൺഡേ നൈറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റായി, ട്യൂസ്ഡേ രാവിലെ ഇവിടെ വരാനുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു, വീട്ടിലെത്തി. അതിൻ്റെ മുമ്പ് സാറ്റർഡേ ഞാനൊരു ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് Big 4 കമ്പനിയിൽ ഒരു കമ്പനിയായ EY എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ഞാൻ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നത്. ഞാൻ അതിലൊന്നും പ്രതീക്ഷ വെച്ചില്ല. അങ്ങനെ അതിൻ്റെ കാര്യമൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. തിങ്കളാഴ്ച നൈറ്റ് ഇങ്ങോട്ട് കയറാനുള്ള ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ തിങ്കളാഴ്ച ഉച്ചയായപ്പോഴത്തേനും എനിക്ക് അവിടുന്ന് കോൾ വന്നു, ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ആയിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ടിന് ചൊവ്വാഴ്ച വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് തത്കാൽ ടിക്കറ്റ് എനിക്ക് കിട്ടിയതാണ്, മാതാവിൻ്റെ അടുത്ത് വരാനുള്ള ഒരു അവസരം കിട്ടിയതാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ചൊവ്വാഴ്ച വരാൻ പറ്റത്തില്ല, ബുധനാഴ്ച ആണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു.
അവർ പറഞ്ഞു ഇല്ല ചൊവ്വാഴ്ച തന്നെ വരണമെന്ന് പറഞ്ഞു. ഇല്ല കുഴപ്പമില്ല എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 2-3 പേര് മാറി വിളിച്ചു. അവർ പറഞ്ഞു ഉച്ച കഴിഞ്ഞെങ്കിലും വരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. ഇല്ല എനിക്ക് വെനസ്ഡേ എനിക്ക് ചാൻസ് തരുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വെനസ്ഡേ നിങ്ങൾക്ക് ചാൻസ് കിട്ടാൻ കുറവാണ്, ബിക്കോസ് ചൊവ്വാഴ്ച വരുന്നവരിൽ ആരെങ്കിലും സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ചാൻസ് കിട്ടത്തില്ല, അങ്ങനെ ഉള്ളൂ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല എനിക്ക് വെനസ്ഡേ ആണെങ്കിൽ മതി, ചൊവ്വാഴ്ച എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് ഉറപ്പ് പറഞ്ഞു ഞാൻ. അങ്ങനെ ഞാനിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് പ്രദർശനത്തിൽ എനിക്ക് തിരി കിട്ടുകയും ചെയ്തു. എനിക്ക് തിരിയും കൂടെ കിട്ടിയപ്പം കൂടുതൽ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ്, അതുമല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് വരുന്നതായിരുന്നു ഇനിയൊരു ബുദ്ധിമുട്ട്. ഞാൻ ആലപ്പുഴയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടിരുന്നു മുമ്പ്, പക്ഷേ ഇവിടെ എങ്ങും ഞാൻ വന്നിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെ വരുന്നതെന്നൊരു പേടിയായിരുന്നു ആദ്യം. പക്ഷേ എനിക്ക് മലയാളം ചെറുതായിട്ട് വായിക്കാനൊക്കെ അറിയാം. പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നതെന്നുള്ള ധൈര്യത്തിൽ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞാൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി, ചെർക്കള റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി ഇരുന്നു. ഞാൻ റൂമൊന്നും ബുക്കൊന്നും ആക്കിയിട്ടില്ലായിരുന്നു ഒറ്റയ്ക്ക് വന്ന കാരണം. എന്നിട്ട് അവിടെ പോയിരുന്ന് ഇരിക്കുമ്പോൾ എനിക്കൊരു 3 മണിയായത്തേനും കോൾ വന്നു, സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിന് ബുധനാഴ്ച വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എൻ്റെ ടിക്കറ്റ് കൺഫേം ആയില്ലായിരുന്നു, തത്കാൽ ടിക്കറ്റ് നെക്സ്റ്റ് ഡേക്കുള്ളത് അങ്ങോട്ട് പോകാനുള്ളത്. അങ്ങനെ ഞാൻ ജനറൽ ടിക്കറ്റ് തന്നെ ഇരുന്നുകൊണ്ട് പോയി. അവിടെ മോർണിംഗ് അവിടെ എത്തിയപ്പോഴും ലേറ്റായി, 1.5 hours ലേറ്റായി ട്രെയിൻ എത്തിയപ്പോൾ. അവിടുന്ന് വീട്ടിൽ പോയി ഫ്രഷപ്പായി ഞാൻ 12 o'clock എനിക്ക് ഇൻ്റർവ്യൂ സ്ഥലത്ത് പോകണം. അത് ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു, ഓൺലൈൻ അല്ലായിരുന്നു. ഫസ്റ്റ് റൗണ്ട് ഓൺലൈൻ ആയിരുന്നു. അങ്ങനെ ഞാൻ തപ്പി പിടിച്ച് അവിടെ എത്തി സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിന് ഇരുന്നു. അത് അവരെന്ന് പറഞ്ഞാൽ എനിക്ക് സമയം തന്നു. ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും ഞാൻ ഇൻ്റർവ്യൂ റൂമിൽ കയറുന്ന നേരത്ത് ഞാൻ തൈലവും ഉടമ്പടി ഉപ്പും കൊണ്ടുപോയിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ ടേബിളിലും കുരിശൊക്കെ വരച്ചു, ഉപ്പും കൊണ്ട് കുരിശ് വരച്ചു, നെറ്റിയ തൈലം തൂത്തുകൊണ്ട് പോയി. എന്നിട്ട് അവർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസ് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി ചിലത്. അപ്പം ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞ് എനിക്ക് അവർ ഒരു പേപ്പർ തന്നു, അതിൽ പോയിൻറ്റ്സ് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം കാശ് രൂപ എൻ്റെ മാലയിൽ കൊളുത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ണടച്ച് കാശ് രൂപ ഇങ്ങനെ മുറുകെ പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച് അങ്ങനെ പോയിൻറ്റ്സ് എഴുതി. അവരെന്നെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അവർ ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞ് എനിക്ക് സമയം തന്നു. ഞാൻ എഴുതി അങ്ങനെ അവർക്ക് കൊടുത്തു. അവർ ഓക്കെ ആയി. ഫസ്റ്റ് റൗണ്ട് ഓക്കെ ആയി. സെക്കൻഡ് റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അവിടെ രണ്ടാമത്. അത് കഴിഞ്ഞിട്ട് അതും ആൾമോസ്റ്റ് 2 hours ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, രണ്ട് റൗണ്ടായിട്ട്. അങ്ങനെ 2 റൗണ്ട് കഴിഞ്ഞു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അന്നേരം തന്നെ അവർ വന്ന് പറഞ്ഞു ക്ലിയർ ആയിട്ടുണ്ട്, ഈ നെക്സ്റ്റ് വീക്കിനുള്ളിൽ തന്നെ ഓൺബോർഡിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് വന്നു. അതിൻ്റെ മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുമ്പം തന്നെ ഞാൻ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഡിസംബറിലാണല്ലോ ഇവിടെ വരുന്നത്, 7-ാം തീയതി പ്രത്യക്ഷീകരണ ദിവസമാണല്ലോ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണ ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ജോലിയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കണമേ എന്ന്. അങ്ങനെ ഡിസംബർ 3-ാം തീയതി തന്നെ എനിക്ക് ജോലി കൺഫേമായി. 10-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വന്നു. 11-ാം തീയതി ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് ഈ ജോലി മേടിച്ചു തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് വൃദ്ധസദനം സന്ദർശിക്കുകയും അവിടെയുള്ള രോഗികളുടെ അടുത്ത് സമയം ചെലവാക്കുകയും അവർക്ക് വേണ്ടി കുറച്ച് ധനസഹായം ചെയ്യുകയും പാവപ്പെട്ട ആൾക്കാർക്ക് സഹായം ചെയ്യുകയും പഠിക്കാനുള്ള കൊച്ചിന് സഹായം ചെയ്തിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഞാൻ ദിവസവും കുർബാനയെ സംബന്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം പോലും മുടക്കാറില്ല. ദിവസവും ബൈബിൾ വായിക്കാറുണ്ട്. ചൊവ്വാഴ്ചകളിൽ അന്ന് പറ്റിയില്ലെങ്കിലും ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്, കൊന്ത ചെല്ലാറുണ്ട്. എനിക്ക് 2 ദിവസമാണ് ഓഫീസിൽ പോകാനുള്ളത്, 1-2 ദിവസം. ആ ദിവസങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ 3-4 കൊന്തകൾ ചെല്ലാറുണ്ട്.
എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനെ നന്ദി പറയുന്നു. എൻ്റെ പേര് ജെസ്സി സേവിയർ. തൃശ്ശൂർ ജില്ലയിലെ ചിറന്നുള്ളി ഇടവകയിൽ നിന്നും ഞാൻ വരുന്നു. ഞാൻ 2023 ഏപ്രിൽ മാസത്തിൽ 10-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എൻ്റെ ജീവിത പങ്കാളി ഉടമ്പടി എടുത്തിരുന്നു. പക്ഷേ അന്ന് ടി വിയിലാണ് കണ്ടിരുന്നത്. അന്ന് ഞങ്ങളുടെ കയ്യിൽ വലിയ ഫോൺ ഉണ്ടായിരുന്നില്ല. പക്ഷേ ടി വിയിൽ കാണുമ്പോൾ, ഈ വിളക്ക് കത്തിയിൽ കാണുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല. ആളാണ് പ്രയർ ചൊല്ലിയിരുന്നത്. അങ്ങനെ എൻ്റെ മോൻ പോയതിന് ശേഷമാണ് ഞങ്ങൾ വലിയ ഫോൺ മേടിച്ചത്. ഫോൺ മേടിക്കുന്നതിന് മുന്നേ ഞാനെന്നും പുലർച്ചെ എഴുന്നേറ്റ് 3 മണിക്ക് 2 കൊന്ത കുരിശിൻ്റെ വഴി കരുണ കൊന്ത ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാരണം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാറ്. അങ്ങനെ ഞാൻ ഒരു സ്വപ്നം കാണണ്. ആ സ്വപ്നത്തിൽ എങ്ങനെയാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ മടിയിൽ കിടക്കണ്. മാതാവിൻ്റെ മടിയിൽ കിടക്കുമ്പോൾ മാതാവ് എന്നെ, നമ്മൾ കുഞ്ഞു മക്കളെ അമ്മമാരും വയ്ക്കണമാരി എന്നെങ്ങനെ അത്രയ്ക്കും സുഖമായൊരു ചുംബനം എനിക്ക് തരുന്നു കവിളത്ത്. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ മാതാവ് എന്നോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയൊന്നുമല്ല, ഇംഗ്ലീഷല്ല, ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്, അറബി അതൊക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. പക്ഷേ അമ്മ പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാവണില്ല. പക്ഷേ കുറേ പറഞ്ഞതിന് ശേഷം അമ്മ പറയുന്നുണ്ട്, മോള് ഇപ്പം എന്നെ നോക്കുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ എന്നെ എടുത്തിട്ട് പൊന്തിക്കുകയാണ്. അതായത് നമ്മൾ അമ്മമാർ കുഞ്ഞു മക്കളെ എന്നെ മുകളിലേക്ക് എറിഞ്ഞ് കളിച്ച് പിടിക്കില്ലേ. അപ്പം അങ്ങനെ അമ്മ എന്നെ ഞങ്ങളുടെ വീടിൻ്റെ മേലെ വരെ പൊന്നിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, ഇത് അമ്മ തന്നെയാണോ എന്ന് ഞാൻ സംശയിച്ച്, ഇത് മനസ്സിൽ ഞാൻ വിചാരിക്കണ്. അപ്പം എന്നെ കാണിച്ചു തരുന്നത് ഒരു വലിയൊരു കലം, ചരുവം മറ്റൊരു വലിയൊരു കലം ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണ്. ആ കലത്തിൻ്റെ ഉള്ളിൽ ഏഷ് കളറിൽ സാരി ഉടുത്ത മാതാവും അതിന് തൊട്ടടുത്ത് നല്ലിടയൻ്റെ വടി പിടിച്ചിട്ടുള്ള കർത്താവിന് ഞാൻ കാണുന്നു. അപ്പോൾ അതുവരെ ഞാൻ മാതാവിനെ, കൃപാസന മാതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ സാരിയാണ് അമ്മ എടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഓളിയിട്ട് കരഞ്ഞിട്ട് എൻ്റെ ജീവിത പങ്കാളിനെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മാതാവിനെ കണ്ടു, ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി, മാതാവ് ഏഷ് കളർ സാരി എടുത്തിട്ട് അങ്ങനെ നിൽക്കണേന്ന് പറഞ്ഞു. അന്ന് ജീവിത പങ്കാളി എനിക്ക് പറഞ്ഞു തന്നില്ല ഇത് കൃപാസനത്തിലെ മാതാവാന്ന് പറഞ്ഞു തന്നില്ല. അങ്ങനെ സ്വപ്നം കഴിഞ്ഞെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. ഉടമ്പടി എടുക്കാൻ വന്നതിന് 23-ന് ഉടമ്പടി എടുക്കാൻ വന്നതിന് ശേഷം ഫോണിൽ സാക്ഷ്യങ്ങളും ഉടമ്പടി ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ, പിന്നീട് എനിക്ക് മനസ്സിലായത് ഞാൻ സ്വപ്നം കണ്ടത് ഈ കൃപാസനത്തിലെ മാതാവിനെയാണ് ഞാൻ സ്വപ്നം കണ്ടതെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അങ്ങനെ ഒരു ഉടമ്പടി ക്ലാസ്സിൽ അച്ഛൻ പറയുന്നുണ്ട്, ഈ കലവൂർ എന്ന സ്ഥലത്തിന് പേര് വരാൻ കാരണം പണ്ട് വഞ്ചികളൊക്കെ കലത്തിൻ്റെ മോഡലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കലവൂർ എന്ന സ്ഥലത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും കലത്തിൻ്റെ ഉള്ളിലാണ് എന്നെ മാതാവിനെ കാണിച്ചു തന്നത്. അപ്പോൾ ശരിക്കും കലവൂരുള്ള മാതാവിനെ തന്നെയാണ് എനിക്ക് അമ്മ കാണിച്ചു തന്നത്. അങ്ങനെ ഒരു സ്വപ്നം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ മാതാവിനോടും പറയാറുണ്ട്, എല്ലാവർക്കും നീ മഴവില്ല് കാണിച്ചു കൊടുക്കണ്ടല്ലോ, അപ്പോൾ എനിക്ക് നീ കാണിച്ചു തന്നിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ജീവിത പങ്കാളി അങ്ങനെ പെട്ടെന്ന് നല്ല പ്രയറുള്ള ആളാണ്, പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കില്ല. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകത എനിക്ക് കാണിച്ചു തരുന്നത്, ഞാൻ എന്നും തുണി അലക്കിയിട്ട് കൊണ്ടുവരാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെ നോക്കാറുണ്ട്, ഒന്നും കാണില്ല. ഒരു ദിവസം ഞാൻ അലക്കിയിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് മഴവില്ലല്ല, നമ്മുടെ ഉടമ്പടി ക്ലാസ്സിൻ്റെ നേരത്തെ നമ്മൾ ഈ ബൈബിളിൻ്റെ ചുറ്റും ഒരു കിരീടം മാതിരി റാമാതിരി ഒരു ഷെയ്ഡിൽ നമ്മൾ വെളിച്ചം കാണുന്നുണ്ട്, ഒരു മഞ്ഞ ലൈറ്റ് മാതിരി നമ്മൾ കാണാം. അത് ഇങ്ങനെ നേരിട്ട് നോക്കുമ്പോൾ ഇല്ല, ഉടമ്പടി ക്ലാസ് നമ്മൾ കാണുമ്പോൾ അതിൽ ശരിക്കും ആ ബൈബിളിൻ്റെ ഒരു സൈഡിലായിട്ട് ആ ഒരു വളയം കാണാം. അതേമാതിരി ഞാൻ ഒരു 10 മിനിറ്റ് അത്രയ്ക്കും പ്രകാശത്തിൽ വലിയൊരു വളയം, ഫുൾ വൃത്തല്ല, ഫുൾ ഒരു വളയായിട്ട് ഞാനത് കണ്ടു. ഞാൻ എന്നിട്ട് താഴത്ത് വന്ന് നോക്കിയപ്പോഴും അത് ഞാൻ പിന്നെയും കണ്ടു. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. പിന്നെ എനിക്ക് പെരടി വേദനയായിട്ട് ഞാൻ ആഴ്ചയിൽ ഞാനൊരു ദൈവകൃപ കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പെരടി വേദനയായിട്ട് ആഴ്ചയിൽ 3 ടാബ്ലറ്റെങ്കിലും ഞാൻ എടുക്കാറുണ്ട്. കാരണം അല്ലെങ്കിൽ എനിക്കത് മാറില്ല, കാരണം സ്റ്റിച്ച് ചെയ്യേണ്ട, അതുകൊണ്ട് ഞാനത് ടാബ്ലറ്റ് എടുക്കും. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം ഞാൻ പുരട്ടിയതിന് ശേഷം എനിക്കിപ്പോൾ ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് ഞങ്ങളുടെ അവിടെ നിന്ന് തൃശ്ശൂർ വന്ന അടുത്ത ബസ്സിൽ കയറി ഞാൻ വൊമിറ്റ് ചെയ്യും, അത്രയ്ക്കും വൊമിറ്റാണ് എനിക്ക്. പിന്നെ 2 ഗുളിക കഴിച്ചിട്ടൊക്കെയാണ് ഞാൻ വേലോടത്തേക്കും പോവാറ്. അങ്ങനെ ഞാൻ ഉടമ്പടി അന്ന് ആദ്യമായിട്ട് എടുക്കാൻ വരുമ്പോൾ ഞാൻ ടാബ്ലറ്റ് കഴിച്ചില്ല. ഉടമ്പടി ഉപ്പ് ജീവിത പങ്കാളി എടുത്ത് ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ എടുത്തിട്ട് വിശ്വാസപ്രമാണം ചെയ്തിട്ട് ഞാൻ കഴിച്ചിട്ട് പോന്നു. അന്ന് തുടങ്ങി ഇന്ന് വരെ എനിക്ക് എത്ര ദൂരം പോയാലും എനിക്ക് വൊമിറ്റിംഗ് ഇല്ല.
പിന്നെ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കം അവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു നല്ല കാര്യം ഞങ്ങളുടെ കുടുംബത്തിൽ കേൾക്കാം, അല്ലെങ്കിൽ ഞാൻ വരില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, സോറി ടമ്മേ, എനിക്കത് പറയാനൊന്നും യോഗ്യതയില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോയി. ആ പ്രാവശ്യമാണ് രണ്ടാമത്തെ മോനെ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ദൈവകൃപ ലഭിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ ബൈബിള് ഉടമ്പടി ഇടുന്നതിന് മുന്നും അങ്ങനെ പ്രയറും കാര്യം ഉണ്ടെങ്കിൽ ബൈബിൾ വായിക്കൽ കുറവായിരുന്നു. കാരണം ബൈബിളിൽ പുതിയ നിയമം നോക്കുമ്പോൾ ഒക്കെ അറിയണതാണ്. പിന്നെ പഴയ നിയമമാണ് കുറേ രാജാക്കന്മാരൊക്കെ അല്ല, അപ്പോൾ വായിക്കാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ബൈബിൾ സ്ഥിരം നമുക്ക് വായിക്കണമല്ലോ. അപ്പോൾ ഞാൻ സ്ഥിരം വായിച്ച് തുടങ്ങിയതിൻ്റെ അവിടുന്ന് ഞാൻ കണ്ണാട വെച്ചിട്ടാണ് വായിക്കാറ്. കണ്ണാട ഇപ്പോൾ വായിക്കാൻ തുടങ്ങി. ഇപ്പം എനിക്ക് കണ്ണാട വെക്കണ്ട. അതെങ്ങനെയാണ് വായിച്ച് വരുന്ന വഴിക്ക് 6 വരികൾ എനിക്ക് വലിയ വലിയ അക്ഷരങ്ങളായിട്ട് തരും. അതിൻ്റെ അപ്പുറത്തും ചെറിയ അക്ഷരങ്ങളായിരിക്കും. വായിച്ച് വരുന്ന വഴിക്ക് നമ്മൾ വാൽക്കണ്ണാടിയൊക്കെ വെച്ച് വായിക്കുമ്പോൾ അക്ഷരങ്ങൾ വലുതാവണ മാതിരി അങ്ങനെ വായിച്ച് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്, ഞങ്ങളുടെ പേരാമംഗലത്ത് 33 കുട്ടികൾ എബിലിറ്റി ഇല്ലാത്ത പിള്ളേർ താമസിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എല്ലാ ശനിയാഴ്ചയും അവിടെ 7:30 തുടങ്ങും അവിടെ കുട്ടികളെ കുളിപ്പിക്കൽ. അപ്പം ഞാൻ 7:30 പോയി എൻ്റെ കുർബാന മുടങ്ങും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് 5:30 ഞാൻ പോയിട്ട് ആ പള്ളിയിൽ കുർബാന കണ്ടിട്ട് ആ മക്കളെ കുളിപ്പിക്കും, അവരെ ടോയ്ലറ്റ് കഴുകും, അവർ ഇന്നറൊക്കെ കഴുകി വൃത്തിയാക്കി അവരോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞാൻ പോരാറ്. പിന്നെ ഞാൻ എൻ്റെ പത്രമൊക്കെ ഞാൻ കൊടുക്കാറ്. ഹോസ്പിറ്റലിൽ പോയിട്ട് ഓരോ റൂമിലും കയറിയിട്ട് ഞാൻ അവരുടെ സുഖവിവരം ആദ്യം ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, മോൾക്ക് എന്താ ഇവിടെ ജോലിയും ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, എനിക്ക് ജോലിയല്ല, ഞാൻ അങ്ങനെ കൃപാസനത്തിൽ ആലപ്പുഴയിൽ കൃപാസനം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ആ മാതാവിനെ പരിചയപ്പെടുത്താൻ വന്നതാണ് ഞാൻ. നമ്മുടെ ജീവിതം വിശുദ്ധിയായിട്ട് നമ്മൾ ജീവിച്ച മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, നമുക്ക് ആത്മീയമായി കുറേ ഉന്നതി നമുക്ക് കിട്ടും എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ പത്രം അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്ത് ഈ പത്രം അവിടെ വെച്ചേക്കണം നിങ്ങൾ എന്ന് പറയും. അത് വേറൊരു കുട്ടി തന്നു പോയത്, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പത്രം വേറെ മേടിക്കണ്ട, ഇത് തന്നെ വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. പിന്നെ കൊന്തെത്തിക്കാറുണ്ട്. ദിവസം കുർബാന, വിശുദ്ധ കുർബാന ഞാൻ മുടക്കില്ല. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും രാത്രി കുർബാനയായാലും ഞാൻ തന്നെ പോയിട്ട് കണ്ടിട്ട് വരാറുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ മുഴുവൻ ഞാൻ തന്നെയായിരിക്കും പകല്. അപ്പം ഞാൻ ഏതാണ്ട് നേരമൊക്കെ ദൈവവിചാരം മാത്രമേ ഉള്ളൂ. കാരണം പള്ളിയിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കുരിശിൻ്റെ വഴി ദൈവകൃപയിലേക്ക് കാണാണ്ട് ചെല്ലാൻ കിട്ടും കുരിശിൻ്റെ വഴി മുഴുവൻ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പള്ളി എത്തണം വരെ ഞാൻ കുരിശിൻ്റെ വഴി ഒരു 8ാം സ്ഥലം വരെ ചെല്ലി കഴിയും. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആരെങ്കിലുള്ള കാരണം ചിലപ്പോൾ ചെല്ലാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് അടുക്കള പണി എടുക്കുമ്പോഴും അലക്കുമ്പോഴും ഒക്കെ ഞാൻ അത് ചെല്ലി അവസാനിപ്പിക്കും. പിന്നെ സാക്ഷ്യങ്ങൾ 1, 2 ഒന്നല്ല, നമ്മുടെ ഇവിടുന്ന് അയക്കണ എല്ലാ സാക്ഷിയും ഞാൻ കാണും. പിന്നെ ഉടമ്പടി ക്ലാസ് ഞാൻ 11:30 ആകുമ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് ലൈവ് ടുഡേന്ന് എടുത്തിട്ട് ഇവിടെ ധ്യാനം തുടങ്ങണേക്കാളും മുന്നേ ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും, തുടക്കത്തിൽ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഉടമ്പടിയിൽ സ്ഥിരമായിട്ട് എനിക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എൻ്റെ മക്കളുടെ ഒന്നും വിശ്വാസം കുറഞ്ഞു പോകരുത് എന്നുള്ള വിശ്വാസമുണ്ട്. കാരണം ഇവിടെ അച്ഛൻ പറയാറുണ്ട് നമ്മളോട്, 60% ഉള്ളവരെ ദൈവം 100 ആക്കാൻ നോക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിനുള്ള നമുക്ക് വിഷമം സന്തോഷം ദുഃഖമൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയും, മനസ്സിലായി 30% ഉള്ളവർ എൻ്റെ വീട്ടിലുണ്ട്, അവരെ 30 കൂടി കളയല്ല ഈശോയെ എന്ന് ഞാൻ പറയാറുണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആദ്യമേ തന്നെ അമ്മ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ എനിക്ക് തന്ന നിരവധിയായ അനുഗ്രഹങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ന്യൂസിലാൻഡിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ലൂസി. ഞാൻ എൻ്റെ കുഞ്ഞിന് സാക്ഷ്യം പറയുന്നതിനാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019 ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ എൻ്റെ 2ാമത്തെ കുഞ്ഞ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിലാണ് കുഞ്ഞുണ്ടായത്. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കുഞ്ഞിന് വലിയ ദൈവം അനുഗ്രഹിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ കൊച്ചുണ്ടായി ഒരു 2 ദിവസം കഴിഞ്ഞപ്പം തൊട്ട് കൊച്ച് കണ്ണൊന്നും നന്നായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല. കൊച്ച് ഒരു സ്വെല്ലിംഗ് ഒക്കെ ആയ പോലെയായിരുന്നു കുഞ്ഞ്. അത് ഡോക്ടർമാർ ചെക്ക് ചെയ്തപ്പോൾ കൊച്ചിൻ്റെ ഹെഡിലൊരു ഗ്രേഡ് 3 ഹെമറ്റോമ പോലെ കണ്ടു. പിന്നെ അവളുടെ ഐസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കൺജനൈറ്റൽ കാറ്ററാക്റ്റ് പോലെ ലെഫ്റ്റ് ഐയിൽ അത്ര ക്ലിയർ അല്ലായിരുന്നു. പിന്നെ വേറെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കാല് നന്നായിട്ട് വൈഡായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം കണ്ട് ഞാൻ ആദ്യമേ ഡോക്ടർ ഈ ഗ്രേഡ് 3 ഹെമറ്റോമ പറഞ്ഞപ്പോൾ ഡോക്ടർമാർ ഞങ്ങളെ അടുത്തേക്ക് വിളിച്ച് പറഞ്ഞത്, ചിലപ്പോൾ ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്താൽ ബ്ലീഡിംഗ് ആണ് ഹെമറ്റോമ. അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ കുഞ്ഞിന് ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ സെറിബ്രൽ പാൽസിയോ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ
സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞാൻ കൂടെ അപ്സെറ്റായി. പക്ഷേ ഞാൻ ഉടമ്പടിയിലായിരുന്നു. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ മാതാവ് കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല, നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ആ ദിവസം തന്നെ നാട്ടിൽ അച്ഛൻ നേരത്തെ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഒരു കാശുരൂപം തന്നതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ വിളിച്ച് എൻ്റെ മമ്മി അനിയത്തിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അച്ഛനെ കാണാൻ പറ്റി, ഒരു കാശുരൂപം കിട്ടിയിരുന്നു. കൂടാതെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ, ഈ ഉടമ്പടിയുടെ നിയമങ്ങളൊക്കെ എനിക്ക് കുറച്ച് നല്ല രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആ നേരം തൊട്ട് എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ ഞാനൊരു നേഴ്സാണ്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒത്തിരി മാതാവിൻ്റെയും ഈശോയുടെയും കാര്യങ്ങളൊക്കെ അവൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എന്നിൽ തന്നെ ഒത്തിരി മാറ്റങ്ങളും കുടുംബത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്തി. അതിനിടയിൽ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ അച്ഛനെ അന്ന് കാണാൻ പറ്റിയിരുന്നു. അച്ഛൻ തന്ന കാശുരൂപം അച്ഛനിവിടെ പ്രത്യേകം പറഞ്ഞു, മാതാവിൻ്റെ കാശുരൂപം കുഞ്ഞിൻ്റെ തലയിൽ അടിയിൽ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം കുഞ്ഞിൻ്റെ തലയിൽ അടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. കൂടാതെ നേർച്ച വസ്തുക്കളായ ഉപ്പ്, ചെറുതായിട്ടൊരു ഉപ്പ് കുഞ്ഞിൻ്റെ വായിൽ തൊട്ടു. അതുപോലെ ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ നെറ്റിയിൽ തൂത്തിരുന്നു. ആ കാശുരൂപം അവിടെ വെച്ച് മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് തന്നെ കുഞ്ഞ് കണ്ണ് നന്നായിട്ട് തുറന്നു, പാലൊക്കെ നന്നായിട്ട് കുടിക്കാൻ തുടങ്ങി. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ചെയ്ത ടെസ്റ്റിൽ കുഞ്ഞിൻ്റെ ആ ഹെമറ്റോമ ഗ്രേഡ് 3 ആയിരുന്നത് ഗ്രേഡ് 1 ആയിട്ട് കുറഞ്ഞു. അതുപോലെ കുഞ്ഞിന് ഈ കൺജനിറ്റൽ കാറ്ററാക്റ്റ് അവരവിടെ പറഞ്ഞിരുന്നത് സർജറി ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവർ പറയുന്നതും കേൾക്കണമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയായിട്ട് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ കുഞ്ഞിൻ്റെ ആ കാറ്ററാക്റ്റ് അവിടെ കാണാനില്ലായിരുന്നു. അത് ഫുള്ളായിട്ട് അത് ക്ലിയറായി. സർജറി അവരവിടുന്ന് ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ കൊച്ചിൻ്റെ കാല് വൈഡായിട്ട് അല്ലായിരുന്നു ഇരുന്നിരുന്നത്. അത് ആ പ്രാർത്ഥനയോട് അത് കഴിഞ്ഞ് പിന്നെ അവർ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ആ പ്രോബ്ലം കാണുന്നില്ല. അങ്ങനെ ഈ 2-3 റിസൾട്ടുകളെല്ലാം കുഞ്ഞിന് നോർമലായി. കുഞ്ഞിപ്പം ദൈവാനുഗ്രഹത്താൽ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി 2019 എടുത്തു. പിന്നെയും ഞാൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നാലും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട്. എന്നാലും ഞാനത് കാരുണ്യ പ്രവർത്തികൾ പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്ക് സഹായം ചെയ്തു. പത്രം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് മറ്റുള്ളവർക്ക് കൊടുത്തു. രാത്രി പ്രാർത്ഥനയിൽ ഡെയിലി പ്രാർത്ഥന ചെല്ലാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. അങ്ങനെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥ വഴി ഈശോ എന്ന നിരവധി അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എപ്പോഴും അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ ജീവിതാവസാനം വരെ അമ്മയുടെ സാക്ഷിയായി എന്നെ മാറ്റണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അമ്മ മാതാവിന് 1000 നന്ദി, തിരുക്കുമാരനും നന്ദി. ഞാനിവിടെ വന്നത് എൻ്റെ ഈ കൃപാസന അമ്മയ്ക്കും എൻ്റെ തിരുക്കുമാരനും നന്ദി പറയാനാണ്. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് വന്നത്. ഞാനൊരു ഹിന്ദു സ്ത്രീയായിരുന്നു. എൻ്റെ പേര് കൃഷ്ണകുമാരിയാണ്. തിരുവനന്തപുരം ജില്ല ആരനാട് എന്നൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് 2 മക്കളും 4 ചെറുമക്കളുണ്ട്. എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഞാനിവിടെ കൃപാസനം എന്ന് എനിക്കറിയില്ലായിരുന്നു. പലരും വരും, കൃപാസനത്തിൽ വന്നിവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പത്രങ്ങൾ പലർക്കും കൊടുക്കും. അവിടെ ഞങ്ങളുടെ നടയിൽ ഒരു കുരിശടിയിൽ കൊണ്ടുവയ്ക്കും. കൃപാസനം വിളിച്ചാൽ വിളിയാക്കുന്ന സ്ഥലമാണ്. എന്ത് വിചാരിച്ചാലും നടത്തിത്തരും, എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും എന്ന് പറയുന്നവർ പലരും പറയുന്നത് ഞാൻ കേട്ട്. എന്നാൽ എനിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്, കൃപാസനത്തിൽ പോകണം. ആലപ്പുഴയിൽ എങ്ങനെ പോവും എനിക്കറിയില്ല, അതിനുള്ള നിവൃത്തിയില്ല. ഞങ്ങൾ വലിയ കടബാധ്യതയിലായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവ് മാത്രമാണ് എൻ്റെ വീട്ടിൽ ഇപ്പോഴുള്ളത്. 2 മക്കളും 2 ഭവനങ്ങളിലാണ്. ഭർത്താവിന് വളരെ കടമാണ്. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ രോഗങ്ങളുണ്ട്. അങ്ങനെ എങ്ങനെ വരും, ഒരു ദിവസം പോകണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഒരു ദിവസം ബാങ്കിൽ എനിക്കൊരു ചിട്ടിയുണ്ട്. ആ ചിട്ടി അടച്ചിട്ട് വന്നപ്പോൾ എനിക്ക് ഒരു കൈയെടുത്ത് പൊക്കാൻ പറ്റുന്നില്ല. എൻ്റെ നെഞ്ച് വേദന എന്തെന്ന് എനിക്കറിയില്ല. വീട്ടിൽ വന്ന് കയറി ശരീരം മൊത്തം വേദന, പനി പോലെയും ദേഹം വിറയ്ക്കുന്നത് പോലെ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നെഞ്ചിൽ ഒരു വലിയ മുഴ കണ്ട്. എന്തെന്ന് ഞാൻ ആ പാടെ തകർന്നു പോയി. ഇതെന്താണ്, ക്യാൻസറാണോ എന്താണെന്ന് എനിക്കറിയില്ല. ആ വീട്ടിൽ ഞാൻ മാത്രമേ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. ഉടനെ ഞാൻ ഫോണെടുത്ത് മോളെ വിളിച്ച്, ഭക്ഷണം പോലും കഴിക്കുന്നില്ല, എനിക്കിങ്ങനെ നെഞ്ചിലൊരു മുഴ മക്കളെ,
എന്തെന്ന് എനിക്കറിയില്ല, എൻ്റെ ശരീരമൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവൾ പറഞ്ഞു, അമ്മ ഇന്ന് കണ്ടതാണ്, എനിക്ക് ഇന്നാണ് ഇത് വേദന തോന്നിയത്. ശരിക്കും 5-6 ദിവസം കൊണ്ട് എനിക്ക് വയ്യ, ഇന്ന് എനിക്ക് ശരിക്കും വേദന തോന്നണ്. ആശുപത്രി പോകുമ്പോൾ കാരക്കുണത്തെന്ന് ചോദിച്ച്, ഇന്ന് വൈകുന്നേരം ആയില്ലേ, ഞാൻ പറഞ്ഞില്ല മക്കളെ, നാളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ്. പിറ്റേന്ന് എൻ്റെ ഭർത്താവും വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാനും എൻ്റെ മകളെ ഭർത്താവും അവൾക്ക് 2 പെൺമക്കളാണ്. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് നേരെ കാരക്കുണ ആശുപത്രി പോയി. അവിടെ പോയി കണ്ണീരൊഴുകി ഞാൻ കണ്ണീരോടെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോണ. എൻ്റെ കൃപാസന അമ്മയെ എനിക്കറിയില്ല, അവിടെ ഏത് പള്ളിയാണ്, കൃപാസനത്തെ എവിടെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ക്യാൻസർ ആവല്ലേ, എൻ്റെ ഒരു അവയവം നഷ്ടപ്പെട്ട എന്നെ അന്വേഷിക്കാൻ ആരുമില്ല, ഞാൻ തകർന്നു പോവും. അത് വരുന്ന ആ അസുഖമാണെങ്കിൽ ഞാൻ മരിക്കണേയാണ് നല്ലത്. ഞാൻ ആരോടെ പോയി ഒതുങ്ങും, ആരെന്നെ അന്വേഷിച്ചെടുക്കും എന്നെനിക്കറിയില്ല. ആശുപത്രി പോയി ഡോക്ടർ എന്നെ വിളിച്ച് റൂമിൽ കയറ്റി, ഒരു നേഴ്സും കൂടെ വന്ന് അവർ നോക്കിയപ്പം ചോദിച്ച്, ഇതെപ്പോഴാണ് അമ്മയെ കണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നലെയാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. ഇത് ഇന്നലെ അല്ലല്ലോ, ഇത് ശരിക്കും ദിവസമായ കേസാണല്ലോ, ഇന്നലെ കണ്ടതാണ്, ഞാൻ ഇന്നലെയാണ് ശ്രദ്ധിച്ചത്. ഇന്നലെ ബാങ്കിൽ പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു, പോയിട്ട് വന്നപ്പോൾ എനിക്ക് ശരീരം വേദന. അങ്ങനെ നോക്കി വലിയൊരു മുഴ കണ്ട് മാളെ വിളിച്ച് അങ്ങനെയാണ് ഇന്ന് വന്നത്. അയ്യോ അത് സ്കാനിങ് എടുക്കണമ്മ എന്ന് പറഞ്ഞ്. ആരുണ്ട്? മകളുണ്ട്, മകളെ ഭർത്താവുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ ഉടനെ വേറെ എന്തൊക്കെ അസുഖമുണ്ട്, എനിക്ക് തൈറോയ്ഡ്, 10 വർഷം കൊണ്ട് ഞാൻ തൈറോയ്ഡിന് ഗുളിക കഴിക്കണ്. ഞാൻ ഒന്നും അതിൽ ചെക്കപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് കാല് വേദന വന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എനിക്ക് തൈറോയ്ഡ്. ഞാൻ സ്വന്തമായിട്ട് ഡോക്ടറെ കാണിച്ച് 10 വർഷം കൊണ്ട് 100 ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് സ്കാനിങ് എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം കൂടെ ആയപ്പോഴേ ഈ ഡോക്ടർ എന്നെ ശരിക്കും വഴക്ക് പറഞ്ഞ് അവർ ഉടനെ പറഞ്ഞ് സ്കാനിങ് എടുക്കണം, തൊണ്ടയ്ക്കും എടുക്കണം, നെഞ്ചിൽ സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞ് ഉടനെ എന്നെ റൂമിൽ കയറ്റി. ഞാൻ റൂമിൽ എന്നെ കൊണ്ടുവന്ന് ഡ്രസ്സ് മാറ്റിയപ്പോൾ എൻ്റെ നെഞ്ചിനകത്തെല്ലാം കൃപാസന മേരെ വിളിയായിരുന്നു. ഞാൻ പൊട്ടി കണ്ണീരൊഴുകി കരഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന കൊച്ചു പെമ്പിളർ നേഴ്സ് പറയണ്, അമ്മയെ പേടിക്കണ്ട, പലർക്കും ഇങ്ങനെ വന്ന് പല കേസായിട്ട് ഇങ്ങനെ വരും, അതിന്നെ അസുഖമായിരിക്കാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഒരിക്കലും പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞ്. എൻ്റെ മകൻ്റെ പ്രായമുള്ള ആ മക്കൾ പറയും, ഡോക്ടർമാർ പറയുന്നത്, അമ്മ പേടിക്കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചെന്നെ കയറ്റി. അവർ സ്കാനിങ് എടുത്തതും എൻ്റെ കയ്യിൽ ജവമാല പിടിച്ചും കൊണ്ടുള്ള കണ്ണീരൊഴികളെ പ്രാർത്ഥനയായിരുന്നു, എനിക്ക് ക്യാൻസർ ആവല്ലേ, എൻ്റെ കൃപാസനമ്മയെ, എന്നെ അന്വേഷിക്കാൻ ആളില്ല, ഞാനും എൻ്റെ ഭർത്താവും കടക്കാറാണ്, എൻ്റെ വസ്തു ജപ്തി കിടക്കണ്, ഒരു നിവൃത്തിയില്ല, എൻ്റെ മകൾക്കും അങ്ങനെയുള്ള ഒരു ജോലിയില്ല, ഞങ്ങളെ അന്വേഷിച്ച് സഹായിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല, ഈ ക്യാൻസർ എന്നുള്ള രോഗം എനിക്കായിരിക്കല്ലേ, എനിക്കത് വേറെ എന്തെങ്കിലുമായി എനിക്കത് മാറണേ എന്ന് പ്രാർത്ഥിച്ച് അവരെന്നെ വിളിച്ച് അവർ സ്കാനിങ് എടുത്ത് ആ റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പം ഞാൻ കണ്ട ഡോക്ടർ, സർജറി ഡോക്ടർ, അവർക്ക് അപ്പോഴും പോയി, അവർ ഉച്ചയ്ക്ക് ശേഷം ഇല്ലായിരുന്നു. വേറെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് 3ാമത്തെ സ്റ്റേജായിപ്പോയി, അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം, ക്യാൻസർ ആവാനാണ് ചാൻസ് എന്ന് ആ ഡോക്ടർ പറഞ്ഞ്. ആ നിമിഷം ഞാനും എൻ്റെ മകളും തകർന്നു പോയി. അപ്പോഴെൻ്റെ മകളും ഞാനും കൂടെ പുറത്ത് ഉറങ്ങിയെന്ന്. ഞാൻ വിളിക്കണ എല്ലാം കൃപാസന മാതാവ്, എനിക്കറിയില്ല, കൃപാസന എവിടെയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ജവമാലയും പിടിച്ചും കൊണ്ട് ഞാൻ കണ്ണീരൊഴുകി പിടിക്കുന്നു. 15 വർഷം കൊണ്ട് ഞാൻ ഒരു കുരിശടി കഴിവെടുക്കുകയും വിളക്ക് എത്തിക്കുകയും ലൈറ്റ് ഇടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ കൈവിടൽ കൃപാസന അമ്മ മാതാവേ എന്നുള്ള വിട്ടുവിളിയാർന്ന്. ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കാൻ ഞാനും എൻ്റെ മകളും. പക്ഷേ എനിക്ക് ക്യാൻസർ ആയിരിക്കല്ലേ, എനിക്ക് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ക്യാൻസർ എന്നുള്ള രോഗം വരില്ലേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അവർ ആ ഡോക്ടറെ കാണിച്ച് ഉടനെ മകളെ വിളിച്ചു പറഞ്ഞു, ബയോപ്സി ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ, പൈസ ഉണ്ടോയെന്ന് ചോദിച്ച്. മകൾ പറഞ്ഞു, അത് ഇപ്പം തന്നെ ചെയ്യണം, അതുകൂടെ ഞങ്ങൾക്ക് അറിയണം ഡോക്ടറെ എന്ന് പറഞ്ഞ്. ഉടനെ അത് കൊണ്ട് കയറിയപ്പോഴും ആ ഡോക്ടറിൻ്റെ നെഞ്ചിൽ സൃജി കൊണ്ട് വെച്ചപ്പോൾ എൻ്റെ നെഞ്ചിനകത്ത് കണ്ണീര് 2 സൈഡിലൂടെയും കണ്ണീരിൽ നിന്ന് രക്തം ഒഴുകണ്. അപ്പോഴാ ഡോക്ടർ പറയുന്നത്, പേടിക്കണ്ട, ഇത് പലർക്കും ഇങ്ങനെ വരുന്നതാണ്, അതെന്താണെന്ന് പേടിക്കണ്ട, ക്യാൻസർ ആവാൻ അങ്ങനെ ഒരു ഇതല്ല, അമ്മ ധൈര്യമായിട്ടിരിക്കുന്നതാണ് അവരും എനിക്ക് ധൈര്യം തരണത്. എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ ജവമാലയും പിടിച്ചും കൊണ്ട് ഒറ്റ വിളിയും വിളിച്ച് എൻ്റെ കണ്ണിൽ നിന്ന് രക്തം ചിന്തിക്കൊണ്ടിരുന്നു. അവർ കുത്തി ടെസ്റ്റ് ചെയ്ത് ഉടനെ അവർ പിറ്റേ വ്യാഴാഴ്ച, ഒരു വ്യാഴാഴ്ചയാണ് ഞങ്ങളവിടെ പോണത്, പിറ്റേ വ്യാഴാഴ്ച ആ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നവർ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ ആഹാരം കഴിക്കില്ല, കുളിക്കില്ല, നനയ്ക്കില്ല, ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ഒരേ കിടപ്പായിരുന്നു. എൻ്റെ ശരീരത്തിൽ തീരെ അങ്ങ് ഞാൻ ഒരു രോഗിയായ അവസ്ഥയായി. പുറത്തിറങ്ങാൻ എനിക്കൊരു മടിയായിരുന്നു. ആരും എന്നെ ശ്രദ്ധിക്കുമെന്നുള്ള പേടിയിൽ ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിയില്ല. എൻ്റെ ഭർത്താവിനുടെയും മകളുടെയും പറഞ്ഞ്, മക്കളെ ഇത് ആരുടെയും പറയല്ലേ, എന്നെ ഒരു
ക്യാൻസർ രോഗിയായിട്ട് ആരും കാണല്ലേ, ആരോടെന്ന് ഈ സംഭവം പറയല്ലേ, ഇതെന്താണെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് വിളിച്ച് ആ ഒരാഴ്ച ഞാൻ ജപമാലയം ചൊല്ലി കൃപാസനമ്മ മാതാവിനോട് കണ്ണീരൊഴുകി പ്രാർത്ഥിച്ച് ഞാൻ അവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുക, ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുക, എനിക്ക് അടുത്ത ആഴ്ചയിൽ ഇതറിയുമ്പോൾ ഇത് ക്യാൻസർ ആവില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് 3-ൻ്റെ അന്ന് അവിടെ ഒന്ന് വിളിക്കണേ കൃഷ്ണകുമാരിക്ക് എന്താണ് ഈ ബയോസ് ചെയ്യുക, എന്താണ് അസുഖം വന്നതെന്ന് എൻ്റെ മകളെ വിളിച്ച് മകൾ പറയണം അമ്മയ്ക്ക് നെഞ്ചിലൊരു മുഴയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മകളോട് ചോദിക്കുന്നത് എന്ത് മക്കളെ എനിക്ക് ക്യാൻസറാണ്, ഇല്ല അത് അവർ സംശയം ചോദിച്ചെന്താണെന്ന് പറഞ്ഞ് പിറ്റേ ആഴ്ച ആ റിസൾട്ടിന് ഞങ്ങൾ പോയപ്പോൾ ഡോക്ടർ ആ റിസൾട്ട് എന്നെ റൂമിൽ വിളിച്ച് അന്ന് എൻ്റെ ഭർത്താവും കൂടെ വരെയാണ് അവിടെ പോയി വിളിച്ച് അവർ ചോദിച്ച് അമ്മയ്ക്ക് എന്തായാലും ക്യാൻസർ അല്ല, ഇതൊരു ഇൻഫെക്ഷനിലാണ് വന്നത്, പേടിക്കാനില്ല അമ്മ, വൈറ്റമിൻ്റെ ഗുളിക കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ ഭർത്താവും ഞാനും നെറ്റിയിൽ കുരിശ് വരച്ച് കൃപാസനമ്മയെ കോടാനക്കോടി നന്ദി, എൻ്റെ അമ്മ ചെയ്ത അത്ഭുതത്തിനും അടയാളത്തിനും എനിക്ക് കോടാനക്കോടി നന്ദി. ഞാൻ യെശയ്യാ പ്രവാചക അധ്യായത്തിൽ ഞാൻ 45-ാം അധ്യായം 2-ാം വചനത്തിൽ ഞാൻ വായിക്കും എന്ന് നിരന്തരം എടുത്ത് എനിക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചലാൽ തകർക്ക ഇരുമ്പോഴിലൊടുക്കുകയും ചെയ്യുന്ന വചനത്തിൽ കൂടെ ഞാൻ ആ വചനം പ്രാബല്യത്തിലെടുത്ത് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ വസ്തു അതെനിക്കൊരു നിയോഗമായിരുന്നു, എൻ്റെ ഈ രോഗം മാറിക്കിട്ടിയേന്. എൻ്റെ കൃപാസനമ്മയ്ക്ക് ഞാൻ വന്ന് 2025 ജനുവരി മാസം 11-ാം തീയതി വന്ന് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കണ്. ഞാനും എൻ്റെ മകളും കുഞ്ഞുങ്ങളും വന്ന് ഞാനോട്ടൊന്ന് ഉടമ്പടി എടുക്കണ്. ആ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ 6 നിയോഗങ്ങൾ വയ്ക്കുന്നു. ഒന്ന്, എൻ്റെ വസ്തു 10 വർഷക്കാലമാവണം ഞങ്ങൾ ലോൺ എടുത്തിട്ട് 8 ലക്ഷം എടുത്തോളൂ, 1.5 ലക്ഷം രൂപ അടച്ച് ഞങ്ങൾക്ക് അടയ്ക്കാൻ പിന്നെ നിവർത്തിയില്ല, ആ വസ്തു വിഴുന്നു പോയി. അവർ നിത്യവും വന്ന് ഞങ്ങളെ വീട്ടുകാരെ വന്ന് ഭീഷണിയാക്കുകയും ഞങ്ങളെ ബാങ്കുകാർ വന്ന് ജപ്തി ഒട്ടിക്കുകയും എന്നെ അനാവശ്യമായി പറഞ്ഞ് സംസാരിച്ചിട്ടേയും പോവുകയും ചെയ്യും. വീട്ടിൽ ഞാൻ തൊഴിലുറപ്പിന് പോകാത്ത സമയം കഥ പടച്ചിട്ടിരിക്കണം, ഞാൻ എൻ്റെ കഴുത്തിലൊരു നൂല് മാല കിടക്കും. ബാങ്കുകാർ തന്നെ നോക്കിയിട്ട് ഈ മാല ഞാൻ എൻ്റെ സ്ലാപ്പിൻ്റെ അടിയിൽ എറിഞ്ഞിട്ടാണ് ഞാൻ ഓടുന്നത്. എന്തെന്ന് ചോദിച്ചുമ്പോൾ അവർ പറയും നിങ്ങളിവിടെ നിറങ്ങേണ്ടി വരും, നിങ്ങളെ വസ്തു ഞങ്ങൾ ലേലത്തിൽ കൊടുക്കുകയാണ്, ആ ഞങ്ങളത് ലേല നോട്ടീസ് ഒട്ടിക്കുകയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ വസ്തു ക്ലോസ് ആക്കണം. ഞങ്ങൾക്കൊരു ചിട്ടിയുണ്ട്, ഈ വസ്തു വീഴുന്നപ്പം ഞങ്ങൾ KSFിൽ ഒരു ചിട്ടി കെട്ടി, ആ ചിട്ടി കെട്ടി 6 മാസമാകുമ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് ആ ചിട്ടി ഞങ്ങൾക്ക് എൻ്റെ പേരിനാണ് കെട്ടിയത്. ആ ചിട്ടി 15 ലക്ഷം രൂപ ഞങ്ങൾക്ക് ചിട്ടി വീണ്. എന്നാൽ വീഴുന്നെങ്കിലും ആ ചിട്ടി ഞങ്ങൾക്ക് തിരിച്ച് വാങ്ങിക്കാൻ ഒരു നിവൃത്തിയില്ല, അതിനുള്ള പൊറുപ്പ് കൊടുക്കണം, സഹായിക്കാൻ ആരുമില്ല. മകൻ ഒരു വിവാഹം കഴിഞ്ഞാൽ മകൻ്റെ ഭാര്യ എനിക്ക് വസ്തു തന്നിട്ട് അവൾക്ക് മനസ്സോടെ അവൾ തന്നില്ല. ഈ വസ്തുവും പോവും ആ വസ്തുവും പോകും എന്നുള്ള ഇതിൽ അവർക്ക് മനസ്സില്ല, അവളും തന്നില്ല. തിരിച്ചങ്ങനെ ഞാനും എൻ്റെ ഭർത്താവ് ഒറ്റപ്പെട്ട ഒരു ജീവിതമായി എൻ്റെ വീട്ടിൽ. ബാങ്കുകാർ വന്ന് ഓരോ ദിവസം ഞങ്ങളെ ഈ രോഗത്തിൽ ഞങ്ങൾ ഓരോരോ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്ന് ഞങ്ങളെ വീട്ടിൽ വന്ന് കതവ് തള്ളുകയും കതവിലിടിക്കുകയും നോട്ടീസ് ഒട്ടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഞങ്ങൾ ഈ പള്ളിക്കാർക്ക് വിൽക്കും വസ്തു, ലേലം ഒട്ടിക്കും, നിങ്ങൾ ഇന്ന് ഇറങ്ങിയേ പറ്റൂ, നിങ്ങളെന്തുകൊണ്ട് നിങ്ങളെ റോഡും കരയിലെ വസ്തു എന്ത് 5 സെൻറ്റ്, പക്ഷേ ഞങ്ങളെ വസ്തു ആരും എടുക്കണില്ല. ഞങ്ങളെങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി കുറേ പേർക്ക് ആഗ്രഹമാണ് ലേലത്തിൽ പോകാൻ വേണ്ടി. എന്നാൽ എൻ്റെ കൃപാസനമ്മ മാതാവ് എന്നെ അതിലും വിട്ടില്ല. അതിലും ദൈവം എന്നെ എനിക്ക് അനുവദിച്ച് എനിക്ക് അനുവാദം തന്നു. എൻ്റെ മാതാവേ കൃപാസനമ്മയെ ഞാൻ 6 നിയോഗം ഫസ്റ്റ് ഉടമ്പടിയിൽ ഞാൻ വെച്ച്. ഒന്ന് എൻ്റെ വസ്തുവിൻ്റെ നിയോഗമായിരുന്നു. അടുത്ത ഉടമ്പടിയിൽ വരുമ്പോൾ എൻ്റെ വസ്തു എനിക്ക് ലേലത്തിൽ നിന്ന് ഒഴിവാക്കി എനിക്ക് തന്നേ പറ്റൂ. എൻ്റെ ഈ ചിട്ടിയിൽ നിന്നും പൈസ എടുത്ത് എനിക്ക് മറിക്കേണ്ട വഴി എനിക്ക് വാതിൽ തുറന്നേനും കൃപാസനമ്മയെന്ന് വിളിച്ച്. അങ്ങനെ ഒരിക്കൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ആ ബാങ്കുകാരുടെ അടുത്ത് പോയി. എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പ് ഉണ്ടായിരുന്നു, ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ആ സെക്രട്ടറി ഒരു കാരണവശാലും ഒതുങ്ങണില്ല, 17 ലക്ഷം രൂപയ്ക്ക് ആ സ്ത്രീക്ക് വേണം എന്ന് ആ പ്രസിഡൻറ്റ് എൻ്റെ കരച്ചിലുണ്ട്. അവരങ്ങനെ ഞാൻ എൻ്റെ ഈ അവസ്ഥകളെല്ലാം പറഞ്ഞപ്പോൾ അങ്ങേർക്ക് ചെറിയൊരു മനസ്സുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഉടമ്പടി ഉപ്പ് അങ്ങേരറിയാതെ ഒരു നുള്ളെടുത്ത് ആ കസേരയുടെ അടിയിൽ തൂറ്റിയിട്ട് ഞങ്ങൾ പറഞ്ഞ് 12 ലക്ഷം രൂപ ഇല്ല, 12 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ നിങ്ങൾ ഒതുക്കിയെടുക്കാം. എന്നാൽ ഞങ്ങൾ ഒരു വഴിയും കണ്ടില്ല, ഇതെങ്ങനെ മറിക്കും എന്ന് ഞങ്ങൾക്കറിയില്ല. ചിട്ടി ഞങ്ങൾക്ക് ബാങ്കിൽ വീഴുന്ന് കിടക്കുകയാണ്, പക്ഷേ ഇതിന് പൊറുപ്പ് കൊടുക്കാൻ ഒരു നിവർത്തിയില്ല. അങ്ങേര് പറഞ്ഞില്ല 12 ഒതുങ്ങില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഉപ്പും തൂറ്റിയിട്ട് പ്രതീക്ഷ ഉറപ്പുണ്ട് എൻ്റെ കൃപാസനം എന്നെ കൈവിടില്ല എന്ന്. ഞാൻ വീട്ടിൽ വന്ന് 3-ൻ്റെ അന്ന് അവർ വിളിക്കണ്, നിങ്ങൾ ബാങ്ക് വരെ വരണമെന്ന് പറഞ്ഞു. ജോണേ
എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോൺ എന്നാണ്. ജോണെ ബാങ്ക് വരുമെന്ന് പറഞ്ഞോന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും പോവുകയാണ്. വീണ്ടും പോയപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് 14 ലക്ഷം ഇല്ല, ഞങ്ങൾക്ക് പറ്റില്ല. 12 അതും ഞങ്ങൾ ഇതുവരെയും പൈസ കണ്ടില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ മകളെ ഭർത്താവ് ഒരു മദ്യപാനിയല്ല, ഒരു പുകവലിയല്ല, ഒരു കൂട്ടുകെട്ടില്ല. എനിക്ക് ദൈവം അറിഞ്ഞ് എൻ്റെ മകനെക്കാലം തന്നതാണ്. എൻ്റെ ഒരു മകനാണ് എനിക്ക് ദൈവം നല്ല മനസ്സോടെ എനിക്ക് എളിമയോടെ ഒരു മകനെ തന്ന്. ആ മകൻ പറഞ്ഞ് അവളെ കഴുത്തി കിടക്കണ ഉരുപ്പടി എല്ലാം കുഞ്ഞുങ്ങളുടെ എല്ലാം കൂടെ പണയം വെച്ച് ആ വസ്തുവിൻ്റെ ലോൺ തീർക്കുക. ഇനിയിപ്പോൾ അമ്മയും പപ്പയും കൂടെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ, വയസ്സുകാലത്ത് ഇവിടെ പോകും പറ്റില്ല എന്ന് പറഞ്ഞ് ആ 12 ലക്ഷം അവളെ സ്വർണവും കൊണ്ട് വെച്ച് ഈ ബാങ്കിൽ നിന്ന് ബാക്കി പൈസ 9 ലക്ഷം രൂപ KSF നിന്ന് നിങ്ങൾ പിൻവലിക്കുന്നത്. അത് മറിച്ച് അവിടെ കൊണ്ടുപോയപ്പോൾ ബാങ്കുകാർ ഒരിക്കലും ഒതുങ്ങില്ല. അങ്ങേര് പറയണ ഞങ്ങൾ ഒരാഴ്ച കഴിയട്ട് ഞങ്ങളിതിലൊരു കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ മകൾ പറഞ്ഞു അതെങ്ങനെ പറ്റും, ഞാൻ എൻ്റെ അമ്മയും പപ്പയ്ക്കും സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ നിങ്ങൾ ഞങ്ങളെ ചതിക്കുന്നത്. എൻ്റെ കെട്ടുതാലി ഊരി വെച്ചാണ് ഞാൻ ഈ പൈസ കാശ് മറിച്ച് എൻ്റെ അമ്മയും പപ്പയും വിചാരിച്ച് കൊണ്ടുവന്നത്. ഞങ്ങളെങ്ങനെ പൊറുപ്പിൽ നിങ്ങൾക്ക് ഈ 12 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് തരും, പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ പൊറുപ്പ് വേണമെന്ന് പറഞ്ഞ് എവളെ സംസാരം കണ്ട് ആ പ്രസിഡൻറ്റ് ഈ ഉടമ്പടി ഉപ്പിൻ്റെ ശക്തിയിൽ എന്തോ അങ്ങേരെ മനസ്സലിവ് തോന്നി. അങ്ങേര് പറഞ്ഞ് നിങ്ങളൊരു അപേക്ഷ എഴുതി വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് അവളൊരു അപേക്ഷ എഴുതി 12 ലക്ഷം രൂപ ഞങ്ങളിത് അടച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അപേക്ഷ എഴുതി. അത് കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോൾ അവിടെ നിന്ന് വിളിക്കണം നിങ്ങളെ ലോൺ ക്ലോസ് ആണെന്ന് പറഞ്ഞ്. ആ ക്ലോസാക്കി തന്ന എൻ്റെ കൃപാസനമ്മയ്ക്ക് എൻ്റെ അമ്മേരെ പൊന്നോമന പുത്രനായ എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദിയാണ്. നിങ്ങൾ ചിട്ടി വീഴുന്നേ ഇപ്പം ആ ചിട്ടി ഞങ്ങൾക്ക് അടയ്ക്കാന്ന്. ചിട്ടി വീഴാൻ കാരണം എൻ്റെ കൃപാസനമ്മയുടെ മാതാവിൻ്റെ വിളിയാണ്, എൻ്റെ മാതാവിൻ്റെ. ഞങ്ങളെ നടയിലും ഒരു കുരിശടിയുണ്ട്. ഞാൻ എപ്പോഴും മാതാവിന് അടുത്ത് ജീവിക്കുന്നവളാണ്. ഞാൻ ഹിന്ദുവായിരുന്ന സ്ത്രീ, ഞാൻ ഒരു ക്രിസ്ത്യാനി ആയവളാണ്. ഇന്ന് എൻ്റെ മാതാവിനെ കവിഞ്ഞ് എനിക്കൊന്നുമില്ല. ഞാനിത് 4ാമത്തെ ഉടമ്പടിയാണ്. ഞാൻ 4 വ്യക്തികളെ കൊണ്ടുവന്ന് ഞങ്ങളെ ചിലവിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. 4 പേരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ മകളിതാ 2ാമത്തെ പ്രാവശ്യമാണ്, ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ പത്രങ്ങൾ കൊണ്ടുവന്ന് മറ്റുള്ള പലരും കൊണ്ടുവന്ന് കുരിശടിയിടും പോലെ ഞാൻ കൊണ്ടങ്ങനെ ഇടില്ല. ഞാൻ ആശുപത്രികളിൽ റോഡുകളിൽ ഇറങ്ങി ഞാനും എൻ്റെ ഭർത്താവും കൂടെ വണ്ടിയിൽ പോയി ഞങ്ങൾ പലർക്കും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വിതരണങ്ങൾ ചെയ്യും. പൊതുച്ചോറ് ആര് വന്ന് ചോദിച്ചാൽ എനിക്ക് എന്ത് തിരക്ക് കാര്യമായിരുന്നാലും എന്ത് ബുദ്ധിമുട്ട് ദാരിദ്ര്യത്തിലായിരുന്നാലും ഞാൻ പൊതുച്ചോറ് മുടക്കം വരുത്തില്ല. ആര് വന്ന് ചോദിച്ചാലും ഒരു പൊതിയാണ് ചോദിക്കണമെങ്കിൽ ഞാൻ അതിൽ കവിഞ്ഞും എന്നെക്കൊണ്ട് പറ്റുന്ന പൊതി ഞാൻ കൊടുക്കും. എന്നെക്കൊണ്ട് ആരെ കൊണ്ട് പറ്റുന്ന സഹായമെന്ന് ആര് ചോദിച്ചാൽ എൻ്റെ വീട്ടിലുള്ള സാധനം ഞാൻ മുടക്കം വരാതെ കൊടുക്കും. കുർബാന എൻ്റെ തൊട്ട് മുറ്റത്താണ് എനിക്ക് പള്ളി. ഞാൻ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന ദിവസങ്ങളെല്ലാം കുർബാനയ്ക്ക് പോവും. ഞാൻ ജപമാല എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങൾ 5:30ക്കുള്ള പ്രാർത്ഥന എനിക്ക് ചിലപ്പോൾ എണീക്കാൻ പറ്റാത്ത ചില സാഹചര്യമായിരിക്കും. എന്നാൽ ആ പ്രാർത്ഥന ഞാൻ മുടക്കം വരുത്തില്ല, ബൈബിൾ മുടക്കം വരുത്തില്ല. ഞാൻ എൻ്റെ കൃപാസനമ്മയുടെ ഈ പുസ്തകം എടുത്ത് വെച്ച് വായിച്ച് ഞാൻ സങ്കല്പിച്ച് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമോ എനിക്കത് ഇന്നും സാധിച്ചു തന്നിട്ടേ ഉള്ളൂ. ഈ നിമിഷം വരെയും എനിക്ക് ഇനിയും നിങ്ങളെല്ലാവരും കൃപാസനമേ കൈവിടാത്തവണ്ണം പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരും ഉടമ്പടി എടുക്കണവർ അതിൻ്റേതായ ഭക്തിയിൽ അതിൻ്റേതായ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ നന്മ കൊണ്ട് ജീവിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെനിക്ക് ഈ സാക്ഷ്യം ഇവിടെ പറയാൻ തന്ന കൃപയ്ക്കും എൻ്റെ വാക്കിനുമെല്ലാം എൻ്റെ കൃപാസന അമ്മയ്ക്കും എൻ്റെ തിരുകുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.